നമ്മൾ തുടങ്ങുകയാണ്. എറണാകുളം ആലുവയിൽ കുഞ്ഞിനെ അമ്മ പുഴയിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ കേസിൽ അച്ഛന്റെ അടുത്ത ബന്ധു കസ്റ്റഡിയിൽ. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കുട്ടി പീഡനത്തിന് ഇരയായി എന്ന് സ്ഥിരീകരിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. പോക്സോ, ബാലനീതി വകുപ്പുകൾ ചുമത്തി കേസ് രജിസ്റ്റർ ചെയ്തു. ആജ്ഞ രവീന്ദ്രൻ ചേരുന്നു വിവരങ്ങളുമായി. ആജ്ഞ, ഏറെ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ്. ഈ കുഞ്ഞിനെ അമ്മ പുഴയിലെറിഞ്ഞു കൊന്നു എന്നുള്ള വാർത്ത കേട്ടപ്പോൾ തന്നെ ഹൃദയം നുറുങ്ങാത്ത മലയാളികളില്ല എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷെ അതിനേക്കാൾ ആഘാതമുണ്ടാക്കുന്നൊരു വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. ഈ കുഞ്ഞ് 3 വയസ്സുകാരി നിരന്തരമായി പീഡനത്തിന് ഇരയായിരിക്കുന്നു, ലൈംഗിക പീഡനത്തിന് ഇരയായിരിക്കുന്നു എന്ന വാർത്ത എന്ന വിവരം വന്നിരിക്കുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ. കുഞ്ഞിന്റെ അടുത്ത ബന്ധു കസ്റ്റഡിയിലാണ്. ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരങ്ങൾ ആജ്ഞ? ഭവ്യ, കഴിഞ്ഞ ദിവസം ഈ അമ്മയെ അറസ്റ്റ് ചെയ്ത് റിമാൻഡിലെത്തിക്കുന്ന, കോടതിയിലെത്തിക്കുന്ന, റിമാൻഡ് ചെയ്യുന്നതിന് മുൻപുള്ള സമയം മാത്രമായിരുന്നു പോലീസിനെ ചോദ്യം ചെയ്യാൻ കിട്ടിയെന്ന്. ആ സമയത്തും ഡിവൈഎസ്പി നമ്മളോട് സംസാരിച്ചത് ഇങ്ങനെയാണ്. അതായത് ഈ 2 ദിവസത്തെ സമയം ഞങ്ങൾക്ക് വേണം, മറ്റ് ചില കേസുകൾ സെറ്റിൽ ചെയ്യാനുണ്ട് എന്നാണ് പറഞ്ഞത്. അന്നേരം നമ്മൾ കരുതിയത് മറ്റേതെങ്കിലും കേസുകളുടെ കാര്യമായിരിക്കും. കാരണം ഒരുപാട് കേസുകൾ ഇവിടെ ഉണ്ട്. അത് ചെങ്ങമനാട് പോലീസ് സ്റ്റേഷനിലാണ്. ഒരുപാട് കേസുകൾ ഇവിടെയുണ്ട്. അത് സെറ്റിൽ ചെയ്യാനുള്ള സമയം വേണം. അതുകൊണ്ട് 2 ദിവസ സമയത്തിന് ശേഷം ചിലപ്പോൾ കസ്റ്റഡി അപേക്ഷ കൊടുക്കുകയുള്ളൂ എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അത് ഇത്തരത്തിലൊരു മെസ്സേജ് കിട്ടിയിട്ടായിരിക്കാം എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. കാരണം ഈ റിമാൻഡിലെത്തുന്നത് വരെയുള്ള ചോദ്യം ചെയ്യലിനുള്ളിൽ, അമ്മയുടെ ചോദ്യം ചെയ്യലിനുള്ളിൽ എന്തെങ്കിലും ഒരു ഹിന്റ് പോലീസിന് കിട്ടിയിട്ടുണ്ടാകാം. അതുമാത്രമല്ല, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഇങ്ങനത്തെ ഒരു സാഹചര്യം കൂടി അതിനുശേഷമാണ് കുഞ്ഞിന്റെ ശരീരം സംസ്കരിച്ചത്. ഇത്രയും സമയത്തിനുള്ളിൽ അത് കൃത്യമായ തെളിവോട് കൂടി ഈ പ്രതി രക്ഷപ്പെടാനുള്ള എല്ലാ പഴുതുകളും പോലീസ് അടച്ച ശേഷമാണ് ഇത്തരത്തിലൊരു കസ്റ്റഡിയിലെടുക്കുന്ന ഒരു മൂവിലേക്ക് പോലീസ് നീങ്ങിയത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ കുഞ്ഞിന്റെ അമ്മയുടെ ബന്ധുക്കളെ ചോദ്യം ചെയ്തിരുന്നു. കുഞ്ഞിന്റെ അമ്മയുടെ ബന്ധുക്കൾ, അതുപോലെ തന്നെ കുഞ്ഞിന്റെ അച്ഛനെയും സഹോദരനെയും അച്ഛൻ്റെ അമ്മയെയും ഒക്കെ ചോദ്യം ചെയ്തിരുന്നു. ഈ ചോദ്യം ചെയ്യലിനൊടുവിൽ നിരവധി പേരുടെ മൊഴിയെടുത്ത ശേഷമാണ് ഇങ്ങനെ ഒരു ഞെട്ടിക്കുന്ന നീക്കത്തിലേക്ക് പോലീസ് കടന്നിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം രൂപീകരിച്ചിട്ടുണ്ട്. ആലുവ പുത്തൻകുരിശ് ഡിവൈഎസ്പിമാരുടെ നേതൃത്വത്തിലുള്ള പോലീസായിരിക്കും ഇനി തുടർന്ന് അങ്ങോട്ട് കേസ് അന്വേഷിക്കുക. എന്നിരുന്നാൽ പോലും ഭവ്യ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ ദിവസം കേരളം ഞെട്ടിയത് ഈ പെൺകുട്ടിയുടെ മരണം കേട്ടുകൊണ്ടായിരുന്നെങ്കിൽ ഇന്ന് അതിന് കാരണമായ ചില ആളുകളിലേക്ക് വിരൽ ചൂണ്ടുന്ന വസ്തുതകളാണ് പുറത്തു വരുന്നത്. ഏത് സാഹചര്യത്തിലാണ് പോലീസ് ഈ 2 ദിവസത്തെ സമയം ചോദിച്ചത് എന്നുള്ള കാര്യത്തിൽ തന്നെ അമ്മയ്ക്ക് ഇക്കാര്യത്തിൽ ഒരു പക്ഷേ വ്യക്തത ഉണ്ടായിരിക്കാമോ എന്നുള്ള അനുമാനങ്ങളാണ് ഉണ്ടാകുന്നത്. ഇത്തരം കാര്യങ്ങളിലൂടെ അമ്മ എന്തെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടാകാം, ഇതുമായി വേണ്ടിയിട്ടുള്ള ഫൈറ്റ് നടത്തിയിട്ടുണ്ടാകാം തുടങ്ങിയ അനുമാനങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിലും അതിൽ ഇനിയും വ്യക്തത വരണമെങ്കിൽ കുഞ്ഞിൻ്റെ അമ്മയെ കസ്റ്റഡിയിലെടുത്ത് വീണ്ടും ചോദ്യം ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് വരണം. എന്തായാലും കുഞ്ഞിൻ്റെ പിതാവിൻ്റെ സഹോദരനാണ് കസ്റ്റഡിയിലുള്ളത്. 3 പേരെയാണ് ഇതുമായി ബന്ധപ്പെട്ട പോലീസ് കസ്റ്റഡിയിലെടുത്തത്. അതിനുശേഷം ചോദ്യം ചെയ്യലിന് ശേഷം 2 പേരെ വിട്ടയച്ച ശേഷം ഈ കുഞ്ഞിന്റെ പിതാവിന്റെ സഹോദരനെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. അറസ്റ്റ് ഇന്ന് പുത്തൻകുരിശ് പോലീസ് സ്റ്റേഷനിൽ പോലീസ് രേഖപ്പെടുത്തും. എന്നിരുന്നാൽ പോലും 3.5 വയസ്സുള്ള ഒരു കുഞ്ഞ് നിരന്തരം ലൈംഗിക പീഡനത്തിന് ഇരയായിരുന്നു എന്നുള്ള ഒരു സാഹചര്യത്തിലേക്ക്, ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലിലേക്ക്, ഒരു കുഞ്ഞിന്റെ തിരോധാനവും അതേ തുടർന്നുണ്ടായ മരണവും ഒക്കെ വിരൽ ചൂണ്ടുമ്പോൾ ഏത് സാഹചര്യത്തിലാണ് ഈ കുഞ്ഞുങ്ങളൊക്കെ സുരക്ഷിതരായിരിക്കുന്നത് എന്നൊരു വലിയ ചോദ്യം ബാക്കിയാവുകയാണ്. എന്നിരുന്നാൽ പോലും ഇത്തരം പിടിയുള്ള ആളുകളുടെ കൂട്ടത്തിലാണല്ലോ നമ്മൾ ആ സംസ്കാര ചടങ്ങുകൾ കണ്ടതാണ്. സംസ്കാര ചടങ്ങിൽ ഇവരുടെ ഈ കുഞ്ഞിൻ്റെ ഈ ചെറിയച്ഛൻ ഉൾപ്പെടെയുള്ള ആളുകൾ അലമുറയിട്ട് കരയുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടതായിരുന്നു. എന്തിനായിരുന്നു ഈ ഷോ ഓഫ് എന്നുള്ള തരത്തിലേക്ക് എന്തിനായിരുന്നു ഇങ്ങനെ ഇത്രയും ഡ്രമാറ്റിക്കായിട്ട്, ഇത്രയും നാടകീയമായിട്ട് ഒരു മരണത്തെ കൊണ്ടെത്തിച്ചത് എന്നുള്ള ഒരു സാഹചര്യത്തിലേക്കാണ് വളരെ ഞെട്ടിക്കുന്ന ഒരു നിർണായക വഴിത്തിരിവ് തന്നെയാണ് ഈ കേസിൽ ഉണ്ടായിരിക്കുന്നത്. നമ്മളേറെ വേദനിപ്പിക്കുന്ന ഒരു വഴിത്തിരിവ് എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. അത്രമാത്രം വലിയൊരു വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ആജ്ഞ സൂചിപ്പിച്ചതുപോലെ
തന്നെ കുഞ്ഞിന്റെ അടുത്ത ബന്ധുവാണ് ഇപ്പോൾ കസ്റ്റഡിയിലുള്ളത്. ഈ ബന്ധുവിലേക്ക് തന്നെയാണോ അന്വേഷണം പോകുന്നത്? പോലീസ് എന്താണ് പറയുന്നത്? ഇയാൾ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുക എന്നുള്ള വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ടോ, അല്ലെങ്കിൽ അത് ഉടൻ ഉണ്ടാകുമോ? ഒപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അറിയേണ്ടത്, ഇനി എന്തായാലും പോക്സോ പ്രകാരം പുതിയ FIR ഇട്ട് കേസ് രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. അത് ആരംഭിച്ചു. ആ നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കിയോ പോലീസ്? ഭവ്യ, FIR ഇട്ട് പുതിയ FIR ഈ കേസിൽ ഓൾറെഡി FIR രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞു, ഇയാളുടെ അറസ്റ്റ് ഇനി അല്പസമയത്തിനുള്ളിൽ രേഖപ്പെടുത്തും. കസ്റ്റഡിയിലാണ് ഇയാൾ ഇപ്പോൾ ഉള്ളത്. 3 പേരെയാണ് ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യലിനെടുത്തിട്ടുള്ളത്. അതിൽ 2 പേരെ വിട്ടയക്കുകയും ചെയ്തു. പോലീസിന് സംശയം തോന്നിയ അടുത്ത ബന്ധുക്കളായ 3 പേരെയായിരുന്നു കസ്റ്റഡിയിലെടുത്തത്. അതിനുശേഷം കുഞ്ഞിന്റെ ചെറിയ ചാനലിൽ തന്നെ പോലീസ് ഉറച്ചു നിൽക്കുകയും അയാൾ ഇപ്പോൾ കസ്റ്റഡിയിൽ തുടരുകയുമാണ്. അല്പസമയത്തിനുള്ളിൽ അയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തും. പുത്തൻകുരിശ് പോലീസ് സ്റ്റേഷനിൽ നിന്നും അറിയിക്കുന്നത് അങ്ങനെയാണ്. തുടർന്ന് ഇതുമായി ബന്ധപ്പെട്ടുള്ള അതായത് പോക്സോ കേസാണ് ഇപ്പോൾ ഈ പിതാവിന്റെ സഹോദരനെതിരെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കൊലപാതകത്തിന്റെ കേസിൽ കുട്ടിയുടെ അമ്മ ഓൾറെഡി അറസ്റ്റിലാണ്, ഓൾറെഡി റിമാൻഡിലാണ്. അതിനുശേഷം ഇപ്പോൾ ഈ കേസിൽ തന്നെ രണ്ടാമതൊരു കേസ് കൂടി വന്ന് പോക്സോ ചുമത്തിയും അതുപോലെ ബാലനീതി നിയമപ്രകാരവുമുള്ള കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇത്തരം ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടെത്തിച്ചുള്ള വസ്തുതകൾ എന്തൊക്കെയാണ് എന്ന് ഇനി കുഞ്ഞിന്റെ അമ്മയെ ഇന്ന് തന്നെ ഒരുപക്ഷെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയേക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ഒരു രഹസ്യമായ അങ്ങേയറ്റം രഹസ്യമായ നീക്കമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. പുത്തൻകുരിശും ആലുവ ഡിവൈഎസ്പിമാരുടെ നേതൃത്വത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചതായിട്ട് റൂറൽ SP ഹേമലത വ്യക്തമാക്കി അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഇനിയുള്ള അന്വേഷണം ഈ 2 പോലീസ് സ്റ്റേഷനിലെ പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള ഡിവൈഎസ്പിമാരുടെ നേതൃത്വത്തിൽ ഈ അന്വേഷണം മുന്നോട്ട് പോകും. കഴിഞ്ഞ ദിവസം തന്നെ ആലുവ DYSP TR രാജേഷ് അദ്ദേഹം നമ്മളോട് പറഞ്ഞ ഒരു കാര്യം ഇങ്ങനെയാണ്: 2 ദിവസത്തെ സമയം വേണം കസ്റ്റഡിയിൽ വാങ്ങാൻ, മറ്റ് കേസുകൾ കൂടി തീർക്കാനുണ്ട്. ആ മറ്റു കേസ് എന്ന് പറയുന്നത് ഇത് അതീവ രഹസ്യമായി തന്നെയാണ് പോലീസ് വെച്ചത്. പക്ഷേ പ്രതി രക്ഷപ്പെടാനുള്ള സാഹചര്യം, അതല്ലെങ്കിൽ പ്രതികളെ ചോദ്യം ചെയ്യാൻ ഇത്തരത്തിലൊരു അനുമാനത്തിലേക്കോ കണ്ടെത്തലിലേക്കോ പോലീസ് എത്തിയിട്ടുണ്ട് എന്നുള്ള വിവരം വെളിപ്പെടുത്താതിരിക്കാൻ അങ്ങേയറ്റം പോലീസ് ശ്രദ്ധിച്ചത്. മാത്രമല്ല, പോലീസിന്റെ ഈ ഒരു കേസിൽ, പ്രത്യേകിച്ചും ഈ ഒരു കേസിൽ പോലീസിന്റെ നീക്കവും എല്ലാ തരത്തിലുള്ള ഡെഡിക്കേഷനും അങ്ങേയറ്റം അഭിനന്ദനാർഹമായിരുന്നു എന്നുള്ള കാര്യവും എടുത്തു പറയേണ്ടതുണ്ട്. നമ്മൾ കണ്ടതാണ്, ഈ കുഞ്ഞ് പുഴയിൽ വീണപ്പോൾ മുതൽ ഈ മൂഴിക്കുളം പാലത്തിൽ സകലമാന സന്നാഹങ്ങളുടെയും പോലീസ് ഉണ്ടായിരുന്നു. നാട്ടുകാരെ കൂട്ടുന്നു. സാധാരണ ഇത്തരം ഒരു കേസിൽ കാണിക്കുന്ന ആർജവമായിരുന്നില്ല പോലീസ് ഈ കുഞ്ഞിനെ കണ്ടെത്താൻ വേണ്ടി കാണിച്ചത്. കാരണം അന്നേരം അമ്മയുടെ മൊഴി മാറ്റി പറയുന്ന ഒരു സാഹചര്യം, മൊഴി അടിസ്ഥാനത്തിൽ അമ്മയെ ആശ്രയിച്ചല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു ആ സമയത്ത് പോലീസിനുണ്ടായിരുന്നത്. അതും അമ്മയെ വിശ്വസിച്ച് തന്നെ ആ പുഴയിലേക്ക് പോലീസുകാർ ഉൾപ്പെടെ ഇറങ്ങി കുഞ്ഞിനെ തിരയുന്ന ഒരു സാഹചര്യം അതൊക്കെ നമ്മൾ കണ്ടതാണ്. അവിടെ മുതൽ ഇങ്ങോട്ട്, അതല്ലെങ്കിൽ ഈ കുഞ്ഞിനെ കാണാതായപ്പോൾ മുതലുണ്ടായിരുന്ന പോലീസ് നീക്കം എന്താണെന്ന് നമ്മൾ കണ്ടതാണ്. കൃത്യമായി ഇത് പോലീസിന് അങ്ങേയറ്റം അഭിനന്ദനാർഹം ഒരു നീക്കം തന്നെ എന്ന് വേണം പറയാൻ. അങ്ങനെ ഒരു കേസ് കൂടിയാണ്. കാരണം ഈ കുഞ്ഞ് പീഡനത്തിനിരയായി എന്നുള്ള കാര്യം പോലീസ് ഒരു ഹിന്റ് പോലും, മീഡിയക്കാട്ടെ ആർക്കുമാകട്ടെ, ഒരു ഹിന്റ് പോലും എവിടെ നിന്നും ലീക്ക് ചെയ്യാതെ അയാളെ ആ കസ്റ്റഡിയിൽ എടുക്കുന്നത് വരെ അത് അത്രയും അതീവ രഹസ്യമായിട്ട് പോലീസ് സൂക്ഷിച്ചു എന്നുള്ള കാര്യവും ശ്രദ്ധേയമാണ്. കാരണം ഈ ഒരു നീക്കത്തിലേക്ക്, അല്ലെങ്കിൽ ഈ ഒരു ഫൈനൽ റിസൾട്ടിലേക്ക് പോലീസ് കൃത്യമായി എത്തേണ്ടതുണ്ടായിരുന്നു, കൃത്യമായ ആളിലേക്ക് പോലീസ് എത്തേണ്ടതുണ്ടായിരുന്നു. ഇനിയൊരു പക്ഷേ ഭവ്യ കേസിന്റെ മാനം തന്നെ മാറും. ഏത് സാഹചര്യത്തിലാണ് കുഞ്ഞിന്റെ അമ്മ കുഞ്ഞിനെ കൊലപ്പെടുത്തിയത് എന്നുള്ള സൂചിപ്പിക്കുന്നത് വളരെ നിർണായകമായ കാര്യമാണ്. ഏത് സാഹചര്യത്തിലാണ് കുഞ്ഞിനെ പുഴയിലെറിഞ്ഞ് കൊന്നത്, അതിനുള്ള കാരണം എന്തായിരുന്നു, ആ കാരണം അത് വീട്ടിൽ തന്നെയായിരുന്നു എന്നുള്ള നിർണായകമായ വിവരങ്ങൾ പോലീസിന് ലഭിക്കേണ്ടതുണ്ട്. അതറിയണമെങ്കിൽ ഇനി വീണ്ടും ആജ്ഞ പറഞ്ഞതുപോലെ തന്നെ അമ്മയെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്തേ മതിയാകുള്ളൂ. അങ്ങനെയാണെങ്കിൽ മാത്രമേ ചുരുളഴിയാത്ത കുറെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ലഭിക്കുകയുള്ളൂ. അങ്ങനെ വളരെ പെട്ടെന്ന് ആ ഒരു കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാമല്ലേ? അജ്ഞ കേൾക്കാമോ? എറണാകുളം ആലുവയിൽ കുഞ്ഞിനെ അമ്മ പുഴയിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ കേസിൽ അച്ഛന്റെ അടുത്ത ബന്ധു കസ്റ്റഡിയിൽ. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കുട്ടി പീഡനത്തിന് ഇരയായെന്ന് സ്ഥിരീകരിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തത്. കുഞ്ഞ് നിരന്തരം പീഡനത്തിന് ഇരയായി എന്നുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അജ്ഞ രവീന്ദ്രൻ തുടരുന്നുണ്ട്. അജ്ഞ തുടരാം.
ഭവ്യ, അല്പസമയത്തിനകം എന്തായാലും പുത്തുംകുരിശ് പോലീസ് ഈ പിതാവിന്റെ സഹോദരന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുമെന്നാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. അത് മുൻപ് ചില നടപടിക്രമങ്ങൾ പോലീസിന് തീർക്കാനുണ്ട്. അയാളിപ്പോൾ കസ്റ്റഡിയിലാണ്. ചോദ്യം ചെയ്യലിൽ അത്തരം കാര്യങ്ങൾ, അതായത് കുഞ്ഞ് പീഡനത്തിന് ഇരയായിരുന്നു എന്നുള്ള കാര്യത്തിൽ വ്യക്തത വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പോക്സോ അനുസരിച്ചുള്ള വകുപ്പുകളായിരിക്കും ഇനി ഈ ചെറിയസിന് മേൽ ചുമത്തുക. കുഞ്ഞ് നിരന്തര പീഡനത്തിന് ഇരയായി എന്നുള്ള വസ്തുത തന്നെയാണ് പുറത്തുവരുന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഡോക്ടർമാർ ഇങ്ങനത്തെ ഒരു സംശയം വന്നത് പോലീസിനെ അറിയിച്ചതോടുകൂടിയാണ് പോലീസ് ഈ കേസിന്റെ വിവരങ്ങൾ പുറത്തറിയാതിരിക്കുന്ന സകലമാന പഴുതുകളും അടച്ചത് എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം കുഞ്ഞിന്റെ ഈ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം സംസ്കരിച്ചു. അന്ന് വൈകുന്നേരം 5 മണിയോടുകൂടി സംസ്കാരം നടന്നിരുന്നു. സംസ്കാരത്തിന് ശേഷം ഇന്ന് 2ാമത്തെ ദിവസമാണ്. കുഞ്ഞിന്റെ മൃതദേഹം സംസ്കരിച്ച ശേഷം ഇന്ന് 2ാമത്തെ ദിവസമാണ്. ഈ 2 ദിവസ സമയം പോലീസിന് മതിയാവുമായിരുന്നു യഥാർത്ഥ പ്രതിയിലേക്ക് എത്താൻ എന്ന് വേണം പറയാൻ. ഇത്തരം കാര്യങ്ങളുടെ സൂചനകൾ കുഞ്ഞിന്റെ അമ്മയ്ക്ക് നേരത്തെ ലഭിച്ചിരുന്നോ? ഇത്തരം ഡിസ്കഷനുകൾ കുടുംബത്തിൽ നടന്നിട്ടുണ്ടോ? ഇത്തരം കാര്യങ്ങൾക്കൊക്കെ ഇനിയും വ്യക്തത വരേണ്ടതുണ്ട്. ഈ ഒരു സാഹചര്യം തന്നെയാണോ കുഞ്ഞിനെ ഇല്ലാതാക്കി കളയാൻ അമ്മയെ പ്രേരിപ്പിച്ചത് തുടങ്ങിയ കാര്യങ്ങളാണ് ഇനിയും പോലീസിന് അറിയേണ്ടത്. അത്തരം കാര്യങ്ങൾ അറിയാൻ വേണ്ടി പോലീസ് കുഞ്ഞിന്റെ അമ്മയെ കസ്റ്റഡിയിലെടുക്കും. ഇന്ന് തന്നെ കസ്റ്റഡി അപേക്ഷ കൊടുത്ത് 2 ദിവസത്തിന് ശേഷം ഇന്ന് തന്നെ കസ്റ്റഡിയിൽ അപേക്ഷ കൊടുത്ത ശേഷം കസ്റ്റഡിയിലെടുത്ത് വീണ്ടും അമ്മയെ ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അമ്മയെ ചോദ്യം ചെയ്ത ശേഷം മാത്രമേ കൂടുതൽ വിവരങ്ങൾ ഇനിയും പുറത്തു വരാൻ അറിയുകയുള്ളൂ. ഇത്തരം ഒരു സാഹചര്യം, അതായത് നേരത്തെയും ഇങ്ങനെയൊരു ഈ പിതാവിൻ്റെ അനിയൻ ഈ കുഞ്ഞിനെ ഇത്തരത്തിൽ ദുരുപയോഗം ചെയ്യുന്ന കാര്യം കുടുംബത്തിൽ മുഴുവൻ ആളുകൾക്കും അറിയാമായിരുന്നോ? അല്ലെങ്കിൽ പിതാവിനറിയാമായിരുന്നോ? ഇത്തരം ചർച്ചകൾ, അതുമായി ഉണ്ടായിട്ടുള്ള വഴക്കുകൾ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വീട്ടിനുള്ളിൽ നടന്നിട്ടുണ്ടോ? ഈ കാര്യങ്ങൾക്കൊക്കെ വ്യക്തത വരേണ്ടതുണ്ട്. അങ്ങനെയെങ്കിൽ ഇത് അറിയാമായിരുന്നെങ്കിൽ മറ്റുള്ളവർക്കും, അതായത് പിതാവിനുൾപ്പെടെയുള്ള ആളുകൾക്ക് അറിയാമായിരുന്നെങ്കിൽ ആ കാര്യത്തിൽ പോലീസിന് വ്യക്തത വരികയാണെങ്കിൽ ഈ കേസിന്റെ മാനം മാറും. പോക്സോ കേസിന് സഹായകരമായിട്ടുള്ള സാഹചര്യങ്ങൾ ഒരുക്കുന്നതും അതുപോലെ തന്നെ കുറ്റകരമായ ഒരു കാര്യമാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിലാണോ കുഞ്ഞിനെ ഇല്ലായ്മ ചെയ്യാൻ കുഞ്ഞിന്റെ അമ്മ തീരുമാനിച്ചത് എന്നുള്ള കാര്യത്തിൽ ഇനിയും പോലീസിന് വ്യക്തത വരാനുണ്ട്. എന്തായാലും ഇന്ന് തന്നെ ഈ കുഞ്ഞിന്റെ അമ്മയെ ചോദ്യം ചെയ്യലിലേക്ക് കടക്കും പോലീസ്. അതിനുള്ള കസ്റ്റഡി അപേക്ഷ ഇന്ന് തന്നെ പോലീസ് നൽകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ കേസിൽ പോലീസിന്റെ ഓരോ നീക്കവും അങ്ങേയറ്റം പഴുതടച്ച് തന്നെയായിരുന്നു ഓരോ നീക്കവും ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഇന്ന് തന്നെ അമ്മയെ ഈ റിമാൻഡിൽ നിന്നും അമ്മയെ ഇന്ന് കസ്റ്റഡിയിൽ ഇന്ന് തന്നെ നൽകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം കൂടുതൽ പ്രതികൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ, ഇത് മറ്റുള്ളവരുടെ അറിവോട് കൂടിയിട്ടാണ്, ഇത്തരം കാര്യങ്ങളൊക്കെ പോലീസിന് ഇനി അറിയാനുണ്ട്. കഴിഞ്ഞ ദിവസം ഈ കോടതിയിൽ, അതായത് ഹാജരാക്കി റിമാൻഡ് ചെയ്യുന്ന ഒരു സമയം വരെ തോന്നുന്നത് രാവിലെ മുതൽ, അതായത് കുഞ്ഞ് മരിച്ച് രാവിലെ മുതൽ ഒരു 5 മണി വരെയും പോലീസ് സ്റ്റേഷനിൽ SP വാർത്താ സമ്മേളനം വിളിക്കുന്ന സമയം വരെയും പോലീസ് സ്റ്റേഷനിൽ ഈ കുഞ്ഞിൻ്റെ അമ്മയുണ്ടായിരുന്നു. അത്രയും സമയം പോലീസുകാർക്ക് അവരോട് സംസാരിക്കാനും അത്രയും സമയം ലഭിച്ചിരുന്നു. അതേസമയം അവർ കൃത്യമായ കാര്യങ്ങളൊന്നും പറയുന്നില്ല, വ്യക്തത വരുന്നില്ല, അവരുടെ ഉത്തരങ്ങൾക്ക് വ്യക്തത വരുന്നില്ല എന്ന് SP പറഞ്ഞിരുന്നു. ഏത് സാഹചര്യമാണ് കുഞ്ഞിന്റെ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരുന്നില്ല എന്നും കുഞ്ഞിന്റെ അമ്മ പറഞ്ഞിരുന്നു. അങ്ങനെ പറയുമ്പോഴും ഒരു പക്ഷേ ഇങ്ങനൊരു സൂചന അമ്മ കൊടുത്തിട്ടുണ്ടാകാം. അതൊരു പക്ഷേ അതിനുണ്ടായിരുന്ന, അതായത് കുഞ്ഞിനെ മിസ്സിംഗ് ആണ് എന്ന് തുടങ്ങിയ സമയം മുതൽ അമ്മ ഈ പല മൊഴികൾ പറയുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നത് കൊണ്ടും അമ്മയ്ക്ക് മാനസികാസ്വാസ്ഥ്യമുണ്ട് എന്നൊരു അനുമാനത്തിലും ഒരുപക്ഷെ അത്തരം ഒരു കാര്യത്തിൽ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം പോലീസ് വെയിറ്റ് ചെയ്ത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അത് വ്യക്തമായതോടുകൂടി കുഞ്ഞിന്റെ മരണത്തിലേക്ക് നയിച്ച സാഹചര്യം ഇത് തന്നെയാണോ എന്നുള്ള കാര്യമാണ് ഇനി തീർച്ചയായും. അതാണ് എന്തായാലും 3.5 വയസ്സുകാരിയെ മൂഴിക്കുളം പാലത്തിൽ നിന്ന് ചാലക്കുടി പുഴയിൽ എറിഞ്ഞു കൊന്ന കേസിൽ നിർണായക വഴിത്തിരിവാണ് ഉണ്ടായിരിക്കുന്നത്. കുഞ്ഞ് നിരന്തരം ലൈംഗിക പീഡനത്തിനിരയായി എന്നുള്ള ഞെട്ടിക്കുന്ന വിവരമാണ് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും കുഞ്ഞിന്റെ അടുത്ത ബന്ധു ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ്. ഇയാളുടെ അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ആജ്ഞ രവീന്ദ്രനാണ് വിശദ വിവരങ്ങൾ നൽകിയത്.
മലപ്പുറം കൂരിയാട് ദേശീയപാത ഇടിഞ്ഞു വീണത് ഭൂമിക്കടിയിലെ മണ്ണ് തെന്നി മാറിയതിനാകാമെന്ന വിലയിരുത്തലിലാണ് വിദഗ്ധ സംഘമുള്ളത്. വിശദമായ റിപ്പോർട്ട് സംഘം ദേശീയപാത അതോറിറ്റിക്ക് കൈമാറും. മഴയാണോ നിർമ്മാണത്തിലെ അപാകതയാണോ ഇതിന് വഴിവെച്ചത് എന്നതിന് വിശദമായ പഠനത്തിന് ശേഷമേ വ്യക്തമാവുകയുള്ളൂ. അതേസമയം ദേശീയപാത 66 ചേർന്ന് കണ്ണൂരും കാസർകോടും മണ്ണിടിച്ചിലുണ്ടായതും വലിയ ആശങ്കയാണ് സൃഷ്ടിക്കുന്നത്. കണ്ണൂരിൽ തളിപ്പറമ്പ് കുപ്പത്ത് ഇന്നലെ 2 തവണ മണ്ണിടിഞ്ഞു. വീടുകളിലേക്ക് ചെളിയും മണ്ണും കുത്തിയൊലിച്ചെത്തിയതോടെ പ്രദേശവാസികൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. മലപ്പുറത്ത് നിന്ന് CB അനുമോദും ഒപ്പം കാസർകോട് നിന്ന് KV ബൈജുവും ചേരുന്നു. വിവരങ്ങളുമായി ആദ്യം മലപ്പുറത്തേക്കാണ്, അനുമോദിലേക്കാണ്. അനുമോദ്, വെരി ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ കുറച്ച് ദിവസമായി വല്ലാത്തൊരു ആശങ്കയിൽ കൂടിയാണ് മലപ്പുറത്തെ കൂരിയാട്ട് നിവാസികളൊക്കെ കടന്നുപോകുന്നത്. നമ്മളത് കണ്ടതാണ്. ഇന്നലെ വലിയ പ്രതിഷേധമുണ്ടായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്നും. ആ പ്രതിഷേധം തുടരും. ഇന്ന് യൂത്ത് ലീഗിന്റെ പ്രതിഷേധം ഉണ്ട് എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. എന്താണ് ഏറ്റവും പുതിയ വിശദാംശങ്ങൾ? ഒപ്പം വിദഗ്ധ സംഘം ഇന്നലെ പരിശോധന നടത്തിയിരുന്നു. അവരുടെ റിപ്പോർട്ട് എപ്പോഴത്തേക്ക് ലഭിക്കും? അതിലെന്താണ് വിദഗ്ധ സംഘം ഇന്നലെ എന്താണ് പറഞ്ഞത്? അനുമോദ്. ഭവ്യ, ഗുഡ് മോർണിംഗ്. നമുക്കറിയാം, ദേശീയപാത 66 നിർമ്മാണത്തിലിരിക്കെ, അതായത് നിർമ്മാണം പൂർത്തിയാകാൻ ഏകദാനം ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുകയാണ് സർവീസ് റോഡ് ഇടിഞ്ഞു വീഴുകയും വലിയ ഒരു ദുരന്തം തലനാരിഴയ്ക്ക് വഴിമാറിപ്പോവുകയും ചെയ്തത്. ഇതിന്റെ ഒരു കാരണത്തെക്കുറിച്ച് നാട്ടുകാർ ആശങ്കപ്പെട്ടതുപോലെ തന്നെ ഉള്ള ഒരു അഭിപ്രായമാണ് വിദഗ്ധ സമിതിയും പ്രാഥമികമായിട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത്. മണ്ണിന്റെ ഒരു പ്രശ്നമാണ്. ഈ മുകളിൽ വലിയ ഭാരം വന്ന് അമർന്നപ്പോൾ മണ്ണ് തെന്നി മാറിയതാണ് ഈ ഒരു അപകടത്തിന്റെ ഒരു കാരണമായിട്ട് പ്രാഥമികമായിട്ട് അവർ വിലയിരുത്തുന്നത്. വലിയ തോതിൽ മണ്ണിട്ട് നികത്തിയാണ് ആ ഒരു മേഖലയിലൂടെ ദേശീയപാതയും സർവീസ് റോഡ് നിർമ്മിച്ചിട്ടുള്ളത്. അതുതന്നെ ദേശീയപാത 60 പാത കോൺക്രീറ്റ് കട്ടകളിൽ സിമന്റ് കട്ടകൾ കൊണ്ടും ആണ് ഈ നിർമ്മിച്ചിട്ടുള്ളത്. അപ്പം അതിൻ്റെ ഭാരം ഈ നികത്തിയ മണ്ണിന് താങ്ങാൻ കഴിയാത്ത രീതിയിൽ ഉണ്ടാവുകയും ഭൂമിക്കടിയിലെ മണ്ണ് തെന്നിമാറുകയും ചെയ്തതാണ് ആ ഒരു അപകടത്തിലേക്ക് വഴിയൊരുക്കിയതെന്നൊരു പ്രാഥമിക നിഗമനമാണ് വിദഗ്ധ സമിതി ഇന്നലെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ആ മേഖലയിൽ ജലസ്രോതസ്സുകൾ കടന്നുപോകുന്ന കൈത്തോടുകളും ചെറുതോടുകളൊക്കെ ഉണ്ടായിരുന്ന മേഖലയാണ്. അതെല്ലാം തന്നെ മൂടപ്പെട്ടതും ഈ ഒരു മേഖലയിൽ വെള്ളത്തിൻ്റെ സാന്നിധ്യം അല്ലെങ്കിൽ വെള്ളം കെട്ടിക്കിടക്കുവാനും അത് മണ്ണിനടിയിലേക്ക് ഇറങ്ങിപ്പോകുവാനും അത് ഈ ഒരു അപകടത്തിന് വഴിയൊരുക്കിയിട്ടുണ്ടെന്നും പരിശോധിക്കുന്നുണ്ട്. എന്താണെങ്കിലും നിർണായകമാണ് വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട്. കാരണം ഇവർ നൽകുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് തുടർ നടപടികൾ സ്വീകരിക്കേണ്ടത് നിശ്ചയിക്കുക. വിദഗ്ധ സമിതിയുടെ ഒരു അംഗം കൂടി, ഇവരുടെ സംഘത്തിലെ മുതിർന്ന അംഗം കൂടി എത്തിച്ചേരേണ്ടതുണ്ട്. അദ്ദേഹം ഡൽഹിയിലാണുള്ളത്. അദ്ദേഹവുമായി ആശയവിനിമയം നടത്തിയ ശേഷമായിരിക്കും ഇപ്പോൾ സന്ദർശനം നടത്തിയ ഡോക്ടർ അനിൽ ദീക്ഷിത്തും ഡോക്ടർ ജിമ്മി തോമസും NHAന് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് കൈമാറുക. ഒരുപക്ഷെ 2 ദിവസം സമയമെടുക്കുമെന്നാണ് അദ്ദേഹം ഇന്നലെ തന്നെ വ്യക്തമാക്കിയിരുന്നത്. അത് സംബന്ധിച്ചുള്ള അന്തിമ റിപ്പോർട്ട് നൽകിയ ശേഷം അതിൽ ചർച്ച ചെയ്താകും തുടർ നടപടികളിലേക്ക് പോവുക. അതേസമയം പ്രതിഷേധവും ഇത് സംബന്ധിച്ച് വ്യാപകമായിട്ട് ഉയരുന്നുണ്ട്. ഇന്നലെ യൂത്ത് കോൺഗ്രസ് ഈ നിർമ്മാണത്തിന്റെ കരാറെടുത്ത KNRL കമ്പനിയുടെ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുകയും സംഘർഷത്തിലേക്ക് അത് വഴിമാറുകയൊക്കെ ചെയ്തതാണ്. ഇന്ന് കൂരിയാട് യൂത്ത് ലീഗാണ് സമരപ്രഖ്യാപനം നടത്തിയിട്ടുള്ളത്. യൂത്ത് ലീഗിന്റെ സമരം രാവിലെ 9:30 അറിയാൻ കഴിയുന്നത്. ഒരു വശത്ത് ഈ ഒരു നാടിന്റെ തന്നെ അഭിമാനമായി മാറിയ അല്ലെങ്കിൽ അഭിമാനം നമ്മൾ വിശേഷിപ്പിച്ച ദേശീയപാതയിലെ ഓരോ പ്രശ്നങ്ങൾ ഓരോ ദിവസവും പുറത്തു വരുമ്പോൾ അത് രാഷ്ട്രീയമായിട്ട് വലിയ പ്രതിഷേധങ്ങൾക്ക് വഴിയൊരുക്കുന്ന ഒരു സാഹചര്യം കൂടി ഇവിടെ തീർക്കുകയാണ്. ഭവ്യ, അനുമോദാണ് വിവരങ്ങൾ നൽകിയത്. നമ്മൾ ഇനി കാസർകോടേക്ക് പോവുകയാണ്. KV ബൈജു ചേർന്ന വിവരങ്ങളുമായി. ബൈജു, ദേശീയപാതകൾ അത് ദുരന്തപാതകളായിക്കൂടാ, ഉടൻ തന്നെ അതിനൊരു നടപടി ഉണ്ടാകണം. നാട്ടുകാരെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധിയിലാണ്, ഒപ്പം വലിയ ആശങ്കയിലാണ്. ഇന്നലെ ഇതാ കണ്ണൂരും കാസർകോടും ഒക്കെ മണ്ണിടിച്ചിലുണ്ടായത് വലിയ ആശങ്കയാണ് അവിടുത്തെ ജനങ്ങൾക്കിടയിൽ, പ്രദേശവാസികൾക്കിടയിൽ സൃഷ്ടിക്കുന്നത്. നമുക്കറിയാം, എന്തായാലും കണ്ണൂരിൽ തളിപ്പറമ്പ് കുപ്പത്തും ഇന്നലെ 2 തവണ മണ്ണിടിഞ്ഞു. അത് വലിയ ആശങ്കയിലേക്കാണ് അവിടുത്തെ ആളുകളെ കൊണ്ടുപോകുന്നത്. ഈ വീടുകളിലേക്ക് ചെളിയും മണ്ണും ഒക്കെ കുത്തിയൊലിച്ചെത്തുന്ന ഒരു സാഹചര്യമുണ്ട് അല്ലെ? എന്താണ് നിലവിലൊരു സാഹചര്യം? എന്താണ് പ്രദേശവാസികൾ പറയുന്നത്? ഭവ്യ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ അപകടാവസ്ഥയിലാണ് ദേശീയപാതയിൽ ഓരോ സമയത്തൊക്കെ താമസിക്കുന്ന ആളുകൾ. ഏതായാലും ഞാനിപ്പോൾ ഉള്ളത് കൂളിയങ്കാൽ എന്ന് പറയുന്ന സ്ഥലമാണ്. കാഞ്ഞങ്ങാടിന് തൊട്ടടുത്തായ കൂളിയങ്കാലാണ്. ഈ സ്ഥലത്തിന് തൊട്ടടുത്ത് കല്യാൺ റോഡിലാണ്
ഒരു ആദ്യത്തെ ഈ വിള്ളൽ കണ്ടെത്തിയതും വലിയ തോതിലുള്ള മണ്ണിടിച്ചിൽ ഉണ്ടായതും. എന്തായാലും ഇവിടെ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാം ഭവ്യ. ഇതാണ് ഇന്നലെ രാത്രി ഈ മണ്ണിട്ട് മൂടിയതാണ്. ഈ അപകടം നടന്നത് ഉടൻ തന്നെ രാത്രി വന്ന് ഇത്തരത്തിൽ മണ്ണിട്ട് മൂടിയ ഒരവസ്ഥ. ഇപ്പോഴും ഒരു അപകടാവസ്ഥ. നമുക്ക് വാഹനങ്ങൾ ഇതുവഴി വാഹനങ്ങൾ കടന്നു പോകുന്നത് ഇപ്പോൾ കാണാം ദൃശ്യങ്ങളിൽ കൃത്യമായി. ഇത്രയും അപകടം പിടിച്ച ഒരു പാതയിലൂടെയാണ് ഇപ്പോഴും വാഹനങ്ങൾ കടത്തിവിടുന്നതെന്ന് തന്നെയാണ് ഏറ്റവും ആശങ്ക ഉണ്ടാക്കുന്നത്. വെറും ഒരു ദിവസം മാത്രം പെയ്ത മഴയിലാണ് ഇതാണ് അവസ്ഥയെങ്കിൽ ഇനി കാലവർഷം ആരംഭിക്കാൻ പോകുന്നതേ ഉള്ളൂ. ആ സമയത്ത് എന്തായിരിക്കും അവസ്ഥ എന്ന് ആലോചിച്ചാൽ മാത്രം മതി. ഇത് വളരെ പ്രധാനപ്പെട്ട ദേശീയപാതയാണ്. ദിവസവും ആയിരക്കണക്കിന് വാഹനങ്ങൾ ഇതുവഴി കടന്നു പോകുന്നതാണ്. ഇപ്പോഴും നിർമ്മാണം പുരോഗമിക്കുന്ന ഒരിടമാണ്. വലിയ തോതിൽ വെള്ളക്കെട്ട് ഉണ്ടായ ഒരു സ്ഥലമാണ്. ഇവിടെയാണ് ഇത്തരത്തിൽ റോഡ് വിള്ളൽ ഉണ്ടായതും ഇത്തരം സംഭവങ്ങളൊക്കെ ഉണ്ടായ ഒരു പ്രദേശം കൂടിയാണ്. ഇതിപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കൃത്യമായി കാണാം. ഇവർ ഈ ഒരു വീട് കാണാം നമുക്ക്. ഇതിന് തൊട്ട് റോഡിൽ തൊട്ടടുത്ത് ഒരു വീട്. ഈ വീട്ടിലൊക്കെ ഉള്ളവർ ജീവൻ പണയം വെച്ചാണ് ഇവിടെ താമസിക്കുന്നവർ എന്ന് വേണം പറയാൻ. ഒരുപാട് വാഹനങ്ങളാണ് ഈ സർവീസ് റോഡ് വഴി ഇങ്ങനെ കടന്നു പോകുന്നത്. അതും ഈ പല ഇടങ്ങളിലും ഇത്തരത്തിൽ അപകട ഭീഷണി ഉണ്ട്. ഇടിഞ്ഞു വീഴാൻ രീതിയിൽ ആണ് ഇപ്പോൾ ഇവിടുത്തെ പല റോഡുകളും ഉള്ളത്. ഇനി മഴ കുറച്ചുകൂടി കൂടുതൽ കടുക്കുന്നതോടുകൂടി വലിയ ദുരിതം ആയിരിക്കും. ഏതായാലും വാഹനങ്ങൾ കഷ്ടിച്ച രക്ഷപ്പെട്ടു എന്ന് പറയേണ്ടി വരും. ഒരുപാട് വാഹനങ്ങൾ പോകുന്ന സമയത്താണ് ഇത് ഇടിഞ്ഞതെങ്കിൽ വലിയ ദുരന്തമായിരിക്കും ഉണ്ടാവുക. അത് ഏതായാലും അത്തരം ദുരന്തം ഉള്ളതുകൊണ്ടോ ഇല്ലാത്തത് കൊണ്ടാണോ എന്നറിയില്ല. ഏതായാലും ഈ കാര്യത്തിൽ ഒരു മണ്ണിട്ട് നികത്തുന്ന രീതിയിൽ മാത്രമാണ് കാര്യങ്ങൾ. ഏതായാലും നമുക്കൊപ്പം ഈ പ്രദേശവാസികൾ തന്നെ ചേരുന്നു. അവരുടെ ആശങ്കകൾ അവർ തന്നെ പങ്കുവെക്കും. എന്താണ് ഇവിടെ ഈ റോഡിന് എന്താണ് സംഭവിച്ചത്? ഇത് മിനിഞ്ഞാന്നത്തെ മഴയിലാണ് ഇടിഞ്ഞു പൊടിഞ്ഞു വീണത് ഈ റോഡ്. കാരണം അത് ഇന്നലത്തെ ഭീകരമായ ഒരു അവസ്ഥയായിരുന്നു. ഇന്നലെ രാത്രി 11 മണിക്ക് ഒരു മണിയായിട്ടുണ്ടാവും എന്നാ പറഞ്ഞാൽ അറിയില്ലായിരുന്നു. രാവിലെയാണ് ഇവിടെ കാണുന്നത്. ഒരു കൃത്രിമമായ ഒരു ലേശം ഒരു ജില്ലിപ്പൊടിയും ഒക്കെ ഇട്ടിട്ട് താൽക്കാലികമായിട്ട് കുറച്ച് ഇട്ടിട്ടാണ് ഇവിടുന്ന് പോയിട്ടുള്ളത്. മെഗാ കമ്പനി അതൊരു ശാശ്വത പരിഹാരമല്ല. ഞങ്ങൾക്കൊരു ശാശ്വത പരിഹാരം എന്ന നിലയ്ക്ക് കോമ്പൗണ്ട് വാൾ വേണം. അതുപോലെ ഡ്രെയിനേജും. ആ ഡ്രെയിനേജിന് വെള്ളം പോകാനുള്ള ഡ്രെയിനേജ് ഇല്ലാത്തതാണ് ഇങ്ങനെയുള്ള ഒരു സ്ഥിതിയിലുണ്ടായത്. ഇത് നിർമ്മിക്കുന്നത് മുമ്പ് അന്ന് തന്നെ ഞങ്ങൾ സൂചിപ്പിച്ചതാണ് ഡ്രെയിനേജ് ഇല്ലാതെ നിങ്ങൾ റോഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇത് തകരും എന്നുള്ളത്. അതുപോലെ തന്നെ ഒരൊറ്റൊരു മഴക്കാണ് ഇപ്പോൾ തകർന്നിട്ടുള്ളത്. ഒരു മഴക്കാൻ ഇങ്ങനെ തകർന്നു കഴിഞ്ഞാൽ അതുപോലെ തൊട്ടടുത്ത വീടുകളിലുള്ളവർ അവർ കിണറിലേക്കാണ് ഇപ്പം ഇവിടെ ഒലിച്ചു പോയ മണ്ണും എല്ലാം കിണറിലേക്കാന്ന് വീണ്ടും അവർ കുടിവെള്ളം പോലും നിഷേധിക്കുന്ന ഒരു സ്വഭാവം ഇവിടെ ഉണ്ടായി. ഇതിപ്പോ ദേശീയപാതയിൽ നിരന്തരം ഇങ്ങനെ വിള്ളൽ കാണുന്നു, ഇടിച്ചിലുണ്ടാകുന്നു. എന്താണ് നിലവിൽ സാഹചര്യം ഇവിടെ താമസിക്കുന്നത്? അശാസ്ത്രീയമായ റോഡ് നിർമ്മാണം. ഈ റോഡ് നിർമ്മാണത്തിന്റെ കോൺട്രാക്ടറെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തുക. കാരണം ഇപ്പോ നമ്മുടെ സമീപത്തുള്ള കൂറ്റൻ മതിൽ, അത് 6 വരിപ്പാതയുടെ കൂറ്റൻ മതിൽ വന്നതോടുകൂടി ഈ നാട് 2 നാടായി മാറി എന്നുള്ളതാണ്. വലിയ വീതിയുള്ള റോഡ് ഇടുങ്ങിയ റോഡായിക്കൊണ്ട് തന്നെ ഒരു വാഹനമോ മറ്റൊരു വാഹനത്തിന് കടന്നു വരാൻ പറ്റാത്ത അവസ്ഥ. മാത്രമല്ല ഈ കോടിയേക്കാൽ ഈ റോഡിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് മലയോര മേഖലയുമായി നിരന്തരമായി ബന്ധപ്പെടേണ്ട റോഡാണ്. ഈ റോഡിൽ വാഹനങ്ങൾക്ക് വരാൻ പറ്റുന്നില്ല. തൊട്ടടുത്ത് തന്നെ വീടുകളും ക്വാർട്ടേഴ്സുകളിലെ ആളുകൾ താമസിക്കാൻ വരുന്നില്ല. അത് വെറുതെ ഇങ്ങനെ കിടക്കുന്നു. പക്ഷേ ഗവൺമെന്റ് ടാക്സ് അടക്കുകയും വേണം. അപ്പൊ ഒന്നുകിൽ വീടും ഈ മുഴുവൻ ക്വാർട്ടേഴ്സും ഗവൺമെന്റ് ഏറ്റെടുക്കുക. ജനങ്ങൾക്ക് സ്വൈര്യമായി ജീവിക്കാനുള്ള ഒരവസ്ഥ വേണമല്ലോ. ഈ റോഡ് ഈ രൂപത്തിലായതുകൊണ്ട് ജനങ്ങൾക്ക് യഥേഷ്ടം സഞ്ചരിക്കാൻ വേണ്ടി പറ്റുന്നില്ല, ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് ഈ ഗവൺമെന്റ് ഇക്കാര്യത്തിൽ അടിയന്തരമായി ഇടപെട്ടുകൊണ്ട് ഈ നിരന്തരമായുള്ള പ്രശ്നത്തിൽ ഇവിടെ MP സന്ദർശിക്കണം, MLA സന്ദർശിക്കണം, അതേപോലെ ചെയർപേഴ്സൺ വരണം. ഈ രാജ്യത്തിലെ ജനങ്ങൾ ഇത്രയും വലിയ സംഭവം ഉണ്ടായിട്ടും ജനപ്രതിനിധികൾ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരാരും തിരിഞ്ഞു നോക്കില്ല. ഇല്ല, ഇതുവരെ വന്നില്ല. ഇന്നലെ തന്നെ ജനങ്ങൾ ഇക്കാര്യത്തിൽ പ്രക്ഷോഭത്തിനിറങ്ങും എന്ന് പറഞ്ഞപ്പോഴാണ് രാത്രിയുടെ അന്ത്യയാമത്തിൽ ഇവിടെ അല്പം ജില്ലിയും അതുപോലെ സിമെന്റ് ഇവിടെ ഇറക്കിപ്പോയത്, ജനങ്ങളെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി. അതുകൊണ്ട് ജനങ്ങൾ ഇക്കാര്യത്തിൽ വളരെയേറെ ഉഷാറായി പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഗവൺമെന്റ് കണ്ണ് തുറക്കുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അതാണ് ഭവ്യ സാഹചര്യം. ഇതേ അവസ്ഥയാണ് കുപ്പത്തും നമുക്ക് കാണാൻ സാധിക്കുന്നത്. കുപ്പത്ത് ഇന്നലെ നിരവധി തവണയാണ് ഇത്തരത്തിൽ മണ്ണിടിച്ചൽ ഉണ്ടായത്. വലിയ തോതിൽ ആളുകൾ അവിടെ അപകടാവസ്ഥയിൽ തന്നെ കഴിയുന്നത്. ജനങ്ങൾ തെരുവിലേക്ക് ഇറങ്ങേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. പല സ്ഥലങ്ങളിലും പരാതി ഉയരുന്നുണ്ട്. നമ്മളിപ്പോൾ വളരെ വ്യക്തമായി കണ്ടു. ആ നാട്ടുകാർ നമ്മളോട് പറയുകയും ചെയ്തു. മറ്റാരേക്കാളും അവിടുത്തെ സാഹചര്യം മനസ്സിലാകുന്ന ആ പ്രദേശവാസികൾക്ക് തന്നെയാണ്. അവർ തന്നെ പറയുന്നത് ഒരു മഴയിലാണ് ഇങ്ങനെ സംഭവിച്ചത്. അപ്പോൾ എങ്ങനെയാണെങ്കിൽ ഇനി വരാൻ പോകുന്നത് മഴക്കാലമാണ്, ഇനി അങ്ങോട്ട് മഴയായിരിക്കും. അങ്ങനെയാണെങ്കിൽ റോഡൊന്നും ബാക്കി ഉണ്ടാവാത്ത സാഹചര്യമാണോ, അല്ലെങ്കിൽ മഴയാണോ വില്ലൻ, അതല്ലെങ്കിൽ ഈ നിർമ്മാണത്തിലെ അപാകതയാണോ, കരാറുകാരാണോ എന്നുള്ള ചോദ്യമൊക്കെ അവിടെ ബാക്കി നിൽക്കുകയാണല്ലേ?
തീർച്ചയായും ഭവ്യ, ഇതിൽ ഏറ്റവും പ്രധാനം ഡ്രൈനേജ് സംവിധാനങ്ങൾ പോലും ഒരുക്കാതെയാണ് പല സ്ഥലത്തും ഈ സർവീസ് റോഡ് കടന്നു പോകുന്നത്. മാത്രമല്ല, നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ ഒന്നും കൂടി പോയാൽ കാണാം, ഇതിന്റെ നിർമ്മാണം പാതി വഴിയിലെത്തിയ ഒരു അവസ്ഥയാണ്. 2025 അവസാനത്തോടു കൂടി പൂർത്തിയാക്കണമെന്ന് ഒരു കരാറോടുകൂടി നടന്ന പ്രവൃത്തിയാണ്. ഈ നിർമ്മാണ പ്രവൃത്തി ഇത്തരത്തിൽ നടക്കുന്ന പ്രധാന പാതയിൽ നടക്കുന്നതുകൊണ്ട് തന്നെ സർവീസ് റോഡിലാണ് വലിയ വാഹനങ്ങൾ പോലും. ദേശീയപാത വഴി നമുക്കറിയാം ഒരുപാട് വാഹനങ്ങളാണ് മുംബൈ തിരുവനന്തപുരം പോകുന്ന ഈ പാതയാണിത്. ഒരുപാട് വാഹനങ്ങളാണ് ഈ സർവീസ് റോഡിലൂടെ ഇത്തരത്തിൽ യാത്ര ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളിലും അപകട കെണി എന്ന് തന്നെ പറയേണ്ടി വരും. ഇനി വരുന്ന മഴ, അതായത് ഇനി ന്യൂനമർദ്ദം കൂടി വീണ്ടും രൂപപ്പെട്ട സാഹചര്യത്തിൽ വടക്കൻ ജില്ലകളിൽ വീണ്ടും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വലിയ മഴ ഉണ്ടാകുമെന്ന് വരും ദിവസങ്ങളിൽ. അത്തരം മഴ കൂടി ഇനി വരും ദിവസങ്ങളിൽ വരുമ്പോൾ വലിയ അപകടാവസ്ഥയാണ്. ദേശീയപാതയിൽ എവിടെയാണ് ഇത്തരത്തിൽ അപകടാവസ്ഥ ഇടിഞ്ഞു വീഴുന്നത് അല്ലെങ്കിൽ വിള്ളൽ ഉണ്ടാകുന്നതൊന്നും പറയാൻ കഴിയാത്ത ഒരു സാഹചര്യം തന്നെയാണ്. വളരെ പെട്ടെന്ന് തന്നെ ഈ കാര്യത്തിൽ ഒരു നടപടി ഉണ്ടാകണമെന്ന് തന്നെയാണ് നാട്ടുകാർ പറയുന്നത്. ജില്ലാ കലക്ടർ ഈ കാര്യം, അതായത് ദേശീയപാത നിർമ്മാണം നടക്കുന്ന മുഴുവൻ ഇടങ്ങളിലും പരിശോധന നടത്തുമെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇത് അതിനുശേഷം നടന്നൊരു അപകടമാണ്. ഇവിടെ ഈ മണ്ണിടിച്ചിലുടെ വലിയ തോതിൽ ഇത് ഇടിഞ്ഞു താഴുന്ന ഒരവസ്ഥയുണ്ടായത്. എന്തായാലും ഇക്കാര്യത്തിൽ കൃത്യമായ പരിശോധനകൾ നമുക്കിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണാം. ഇത് വിള്ളൽ അനുഭവപ്പെട്ടത് ഇതൊരു മേൽപ്പാലമാണ്, ഇവിടെ നിർമ്മിക്കുന്ന മേൽപ്പാലമാണ്. ആ മേൽപ്പാലത്തിന്റെ കഴിഞ്ഞ ദിവസം ഒരു വിള്ളൽ അനുഭവപ്പെട്ട ദൃശ്യങ്ങൾ വ്യക്തമാണ്. ഇതൊക്കെ ഇടിഞ്ഞ് വീണാൽ ഒരുപാട് വീടുകളാണ് ഇതിന് സമീപത്തുള്ളത്. ആ വിള്ളൽ കൃത്യമായി നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഇതിന് കോൺക്രീറ്റിന് വിള്ളൽ അനുഭവപ്പെട്ടിട്ടുണ്ട്. ഇതിലിനി മണ്ണ് കൂടി നിറയ്ക്കാനുണ്ട്, അതിന് മുകളിൽ ടാറിങ്ങും വരാനുണ്ട്. ആ പ്രവൃത്തികൾ നടക്കുമ്പോൾ ഒരു പക്ഷേ ഇത് തള്ളി പുറത്തേക്ക് വരാനുള്ള ഒരു സാഹചര്യം കൂടിയുണ്ട്. എന്തായാലും ഈ കാര്യത്തിലൊക്കെ ദേശീയപാത അതോറിറ്റി അടിയന്തര ശ്രദ്ധ ചെലുത്തേണ്ടിയിരിക്കുന്നു. കാസർഗോഡ് ജില്ലയിലെ പലയിടങ്ങളിലും, അതായത് മട്ലായിക്കുന്നിൽ നമുക്കറിയാം നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കുന്നിടിഞ്ഞ് വീണ് ഒരു തൊഴിലാളി മരിക്കുന്ന സാഹചര്യം ഉണ്ടായി. എന്തായാലും വലിയ അപകടാവസ്ഥയിലാണ് ദേശീയപാതയിൽ ഇപ്പോൾ കാസർഗോഡ് ജില്ലയിലും കണ്ണൂരും കാണാൻ സാധിക്കുന്നത്. ഭവ്യ, അതാണ് സാഹചര്യം. KV ബൈജുമൊപ്പം CV അനുമോദുമാണ് വിശദവിവരങ്ങൾ നൽകിയത്. നന്ദി. നമ്മൾ ഇനി മലപ്പുറത്തേക്കാണ് പോകുന്നത്. മലപ്പുറം കാളികാവ് ആളക്കൊല്ലിക്കടുവയെ പിടികൂടാനുള്ള ദൌത്യം 7ാം ദിവസത്തിൽ. ഇന്നലെ കരുവാരക്കുണ്ട് കണ്ണങ്കൈ ഭാഗത്ത് രാത്രി 8 മണിവരെ ദൌത്യസംഘം കടുവയ്ക്കായി തിരച്ചിൽ നടത്തിയിരുന്നു. ദൌത്യത്തിനിടെ DFO ധനിക് ലാലിന് പരിക്കേറ്റിരുന്നു. ഇന്ന് ഈ പ്രദേശത്തുകൂടി ക്യാമറകളും കൂടും സ്ഥാപിക്കുകയാണ് ആദ്യ നടപടി. മേഖല കേന്ദ്രീകരിച്ചായിരിക്കും ഇന്നത്തെ ദൌത്യം. CV അനുമോദ് ചേരുന്ന വിവരങ്ങൾ. അനുമോദ്, ഒരിക്കൽ കൂടി വെരി ഗുഡ് മോർണിംഗ്. നമ്മൾ ഈ ദൌത്യം ഇങ്ങനെ 7ാം ദിവസം എത്തി 8ാം ദിവസം എത്തി എന്നൊക്കെ പറയാൻ നല്ല സുഖമാണ്. പക്ഷെ അവിടുത്തെ ആളുകളെ സംബന്ധിച്ച് അത് കേൾക്കാൻ അത്ര സുഖമുണ്ടാവില്ല. കാരണം അവർ അത്രമാത്രം ആശങ്കയിൽ കഴിയുകയാണ്. എങ്ങനെയെങ്കിലും ഒന്ന് ഈ കടുവയെ പിടിച്ചാൽ മതി, കടുവയെ പിടികൂടി കൂട്ടിലാക്കിയാൽ മതി എന്നുള്ള പ്രാർത്ഥനയിൽ കഴിയുന്ന ആളുകളായിരിക്കും ഒരു പക്ഷേ അവിടെ ഉണ്ടാകുന്നത്. കടുവയെ കണ്ടു എന്ന് പറയുന്നു, കണ്ടു, കണ്ടില്ല, തൊട്ടു, തൊട്ടില്ല എന്നൊക്കെ പറയുന്നു. പക്ഷേ കടുവയെ പിടികൂടാൻ സാധിക്കുന്നില്ല. അതെന്തുകൊണ്ടാണ് അനുമോദ്? ഭവ്യ, ഇന്നലെ വൈകുന്നേരം 3 മണിയോടെയാണ് മദാരി മേഖലയിൽ കടുവയെ നേരിൽ കണ്ടതായി നാട്ടുകാർ വിവരമറിയിക്കുന്നതും വനംവകുപ്പ് അവിടെ എത്തുന്നതും കടുവയുടെ കാൽപാദങ്ങൾ മണ്ണിൽ പതിഞ്ഞതായി കണ്ടെത്തുകയും ആ കാൽപാദങ്ങൾ പിന്തുടർന്ന് ആ മേഖലയിൽ ഒന്നാകെ തെരച്ചിൽ നടത്തുകയും ചെയ്തു. ഇത് വലിയ ദുഷ്കരമായ ഒരു ദൗത്യമായിരുന്നു. കാരണം ചെങ്കുത്തായ പ്രദേശമാണ്, ആളുകൾക്ക് നടന്നു പോകാൻ തന്നെ കഴിയാത്ത അത്ര ചെങ്കുത്തായ മേഖലയാണ്. റബ്ബർ എസ്റ്റേറ്റിനോട് ചേർന്നുള്ള വനമേഖലയാണ്. അവിടെ ഈ രാത്രി ഏറെ വൈകി ഈ ഒരു കടുവയെ പിടികൂടുക എന്നുള്ള ദൗത്യം അതീവ ദുഷ്കരമായ പ്രതിസന്ധികളാണ് അവർക്ക് മുമ്പിൽ തീർത്തത്. ഒന്ന്, ഇരുട്ടത്ത് അവിടെ നിൽക്കുന്നത് തന്നെ വലിയ അപകടമുള്ള സാഹചര്യം. 2, ആളുകൾക്ക് നിൽക്കാൻ പോലും കഴിയാത്ത സാഹചര്യത്തിൽ കടുവയെ മയക്കുവെടി വയ്ക്കുക എന്നുള്ളത് വലിയ പ്രതിസന്ധിയായിരുന്നു. ഈ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള പ്രത്യേകതകളും കടുവയ്ക്ക് ഒളിച്ചിരിക്കാൻ ഇഷ്ടംപോലെ കുറ്റിക്കാടുകളും മരങ്ങളും പാറക്കെട്ടുകളും ഒക്കെ ആ ഒരു മേഖലയിലുണ്ട്. അതുകൊണ്ട് തന്നെ കടുവയെ കണ്ടെത്തുക എന്നുള്ള അതീവ ദുഷ്കരമായ ഒരു സാഹചര്യത്തിൽ ഇന്നലെ രാത്രി 8 മണിയോടെ ദൗത്യം നിർത്തിവെക്കുകയായിരുന്നു. തുടർന്ന് തെർമൽ ഡ്രോൺ ഉപയോഗിച്ച് തെരച്ചിൽ നടത്തിയെങ്കിലും കടുവയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇന്നിപ്പോൾ ആ മേഖലയിൽ കൂടുതൽ ക്യാമറകളും അതുപോലെ തന്നെ കൂടും അവിടേക്ക് വയ്ക്കുവാൻ എന്ന വനംവകുപ്പിന്റെ തീരുമാനം. ഇന്ന് രാവിലെ തന്നെ അതിന് നടപടികൾ ആരംഭിക്കും. ഒപ്പം തന്നെ ആ ഒരു മേഖല കേന്ദ്രീകരിച്ച് ഡ്രോൺ ഉപയോഗിച്ചുള്ള തെരച്ചിലും ഇന്ന് കൂടുതൽ നടത്തും. കടുവയുടെ സഞ്ചാരപഥം ഇതിനോടകം വ്യക്തമായതായിട്ടാണ് വനംവകുപ്പ് പറയുന്നത്. അത് കാളികാവ് പഞ്ചായത്തിലെ പാറശ്ശേരിയിൽ നിന്നും കരുവാരുകുണ്ട് പഞ്ചായത്തിലെ മഞ്ഞൾപ്പാറയിലൂടെ മദാരി
കേരള എസ്റ്റേറ്റ് ആ മേഖലകളിലൂടെയാണ് കടുവ സഞ്ചരിക്കുന്നത്. അതായത് വനമേഖലയോട് ചേർന്നുള്ള എസ്റ്റേറ്റുകളിൽ തന്നെയാണ് കടുവ കൂടുതൽ സമയം ഉള്ളത് എന്നൊരു വിലയിരുത്തൽ വനംവകുപ്പിനുണ്ട്. അപ്പോൾ അത് സംബന്ധിച്ചുള്ള സഞ്ചാരപഥം വ്യക്തമായതോടെ ഇനി കടുവയിലേക്ക് എത്താൻ അല്ലെങ്കിൽ കടുവയെ പിടികൂടാൻ വളരെ വേഗത്തിൽ സാധിക്കുമെന്നൊരു പ്രതീക്ഷയാണ് പങ്കുവയ്ക്കുന്നത്. ഇന്നലെ ദൗത്യത്തിനിടെ DFO ധനിക് ലാലിന് പരിക്കേൽക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ കാലിന് ഈ ഒരു ദൗത്യത്തിനിടെ വീണ് പരിക്കേൽക്കുന്നൊരു സാഹചര്യം ഉണ്ടായി. അത്തരത്തിൽ വളരെ ദുഷ്കരമായ ഒരു ദൗത്യം തന്നെയാണ് ഇന്നലെ ഉണ്ടായത്. പക്ഷേ ഇതിന്റെ തുടർച്ച ഓരോ അടിയും ഇത് പ്രതീക്ഷയോടെയാണ് നാട്ടുകാർ കാണുന്നത്. കാരണം കടുവയിലേക്ക് എത്താൻ എളുപ്പമല്ലാന്ന് നേരത്തെ തന്നെ അരുൺ ചക്കറിയ ദൗത്യത്തിന് മുൻപ് തന്നെ വ്യക്തമാക്കിയതാണ്. ആനയെ പിടികൂടുന്ന പോലെ അത്ര എളുപ്പത്തിൽ കടുവയെ പിടികൂടാൻ കഴിയുകയില്ല. അതിൻ്റെ പല പ്രത്യേകതകളുണ്ട്. മാത്രമല്ല ആ ഭൂപ്രകൃതിയുടെ പ്രത്യേകതകളുണ്ട്. എന്നിരുന്നാലും കൂടുതൽ കടുവയിലേക്ക് എത്തുവാൻ ഓരോ ദിവസവും കഴിയും എന്നൊരു പ്രതീക്ഷ തന്നെയാണ് വനംവകുപ്പ് പങ്കുവയ്ക്കുന്നത്. ഇന്ന് രാവിലെ ആദ്യം ഈ മേഖലയിൽ സ്ഥാപിച്ച ക്യാമറകൾ പരിശോധിക്കുകയാണ് വനംവകുപ്പ് ചെയ്യുക. അതിനുശേഷം ഈ ഇന്നലെ കടുവയെ കണ്ട മേഖലയിൽ കടുവ വരാൻ സാധ്യതയുള്ള ഇടങ്ങളിൽ കൂട് സ്ഥാപിക്കുകയും ലൈവ് ക്യാമറ സ്ട്രീമിങ്ങിൻ്റെ സംവിധാനങ്ങൾ ഒരുക്കുകയുമാണ് ചെയ്യുക. എന്നാണെങ്കിലും ഏറെ വൈകാതെ കടുവയിലേക്ക് എത്താൻ കഴിയുമെന്നൊരു പ്രതീക്ഷ തന്നെയാണ് വനംവകുപ്പ് പങ്കുവയ്ക്കുന്നത്. CV അനുമോദാണ് വിവരങ്ങൾ നൽകിയത്. അതേസമയം മലപ്പുറം പെരിന്തൽമണ്ണ മണ്ണാർമലയിൽ വീണ്ടും പുലിയെ കണ്ടു. പുലി റോഡ് മുറിച്ചു കടക്കുന്നത് CCTV ക്യാമറയിൽ പതിഞ്ഞു. പുലിയെ പിടികൂടാൻ വനം വകുപ്പ് ഒന്നും ചെയ്യുന്നില്ലെന്ന് ആരോപിച്ച് നാട്ടുകാർ വനം വകുപ്പ് ഓഫീസിൽ പ്രതിഷേധിച്ചു. തിരിച്ചെത്താം രാവിലെയിലേക്ക് ഒരു ഇടവേളയ്ക്ക് ശേഷം.
ലക്ഷ്യം. ഒരു ദാരുണമായ വാർത്തയിലേക്കാണ് നമ്മൾ ഇനി കടക്കുന്നത്. കുട്ടനാട്ടിൽ ഭർത്താവ് ഭാര്യയെ കുത്തിക്കൊന്നു. രാമങ്കരി വേഴപ്ര സ്വദേശി മതിമോൾ എന്ന വിദ്യയാണ് മരിച്ചത്. ഭർത്താവ് വിനോദിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ശരണ്യ സ്നേഹജൻ ചേരുന്നു. ശരണ്യ, രാവിലെ തന്നെ വരുന്നത് ഏറെ ദാരുണമായ ഒരു വാർത്തയാണ്. കുട്ടനാട്ടിലാണ് സംഭവം. ഭർത്താവ് ഭാര്യയെ കുത്തിക്കൊന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ ഭർത്താവ് പോലീസ് കസ്റ്റഡിയിലാണോ? ഭവ്യ, രാത്രി 10:30 ഈ സംഭവം നടക്കുന്നത്. കുട്ടനാട് രാമങ്കരി വേഴാപ്പുഴ ചിറയിൽ മതിമോൾ എന്ന് വിളിക്കുന്ന വിദ്യയാണ് കൊല്ലപ്പെട്ടത്. രാത്രി 10:30 ഇവര് പുറത്ത് പോയതിനു ശേഷം വീട്ടിൽ വന്നപ്പോൾ ഉണ്ടായ ഒരു തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചെന്നുള്ളതാണ്. വിനോദിന് ദീർഘകാലമായി ഈ വിദ്യയെ സംശയമുണ്ട്. അത്തരത്തിലുള്ള സംശയരോഗിയാണ് എന്നാണ് കുടുംബാംഗങ്ങൾ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. പോലീസും അത്തരത്തിലാണ് പറയുന്നത്. രാത്രി പലപ്പോഴും ഇവർ തമ്മിൽ തർക്കങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇത്തരത്തിലുള്ള സംശയത്തിന്റെ പുറത്ത് ഇവർക്കിടയിൽ തർക്കങ്ങളും ഒപ്പം തന്നെ വഴക്കും ഉണ്ടാവാറുണ്ട് എന്നുള്ളതാണ് കുടുംബം ഇപ്പോൾ പറയുന്നത്. അത്തരത്തിലാണ് പോലീസ് വ്യക്തമാക്കുന്നത്. തുടർന്ന് കഴിഞ്ഞ ദിവസങ്ങളിലുമൊക്കെ ഇത്തരത്തിൽ തർക്കമുണ്ടായിരുന്നു. ഇന്നലെ രാത്രിയോടുകൂടി അതൊരു വലിയ പ്രകോപനത്തിലേക്ക് പോവുകയും വീടിന്റെ മുൻഭാഗത്ത് വെച്ച് ഇവരെ കുത്തി വീഴ്ത്തുകയുമായിരുന്നു. 42 വയസ്സാണ് ഈ മരിച്ച വിദ്യയ്ക്ക് ഉള്ളത്. 2 കുട്ടികളാണ്, 2 മക്കളാണ് ഉള്ളത്. രാമങ്കരി ജംഗ്ഷനിൽ ഹോട്ടൽ നടത്തുന്നവരാണ് ഈ ദമ്പതികൾ. ഇന്നലെ രാത്രിയോടുകൂടി രാമങ്കരി പോലീസ് സ്ഥലത്തെത്തി മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച ശേഷം മൃതദേഹം ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റിയിട്ടുണ്ട്. ശരി, ശരണ്യ സ്നേഹജനാണ് വിവരങ്ങൾ നൽകിയത്. സംസ്ഥാനത്ത് മഴ തുടരും. വടക്കൻ കേരളത്തിൽ 2 ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. ഒപ്പം തെക്കൻ കേരളത്തിലും മഴ ശക്തമാകുമെന്നാണ് മുന്നറിയിപ്പ്. നാളെ മഴ വീണ്ടും കനക്കും. അതേസമയം ഡൽഹിയിലും ബംഗളൂരുവിലും ശക്തമായ മഴയിൽ വൻ നാശനഷ്ടം. മഴക്കെടുതിയിൽ ബംഗളൂരുവിൽ ഇതുവരെ 5 പേരും ഡൽഹിയിൽ 4 പേരും മരിച്ചു. ഐഷത്തുൽ ഷംന ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ഷംന, ഗുഡ് മോർണിംഗ്. എന്തായാലും മഴ തുടരും അല്ലേ? തീർച്ചയായും ഭവ്യ, ഈ മൺസൂൺ 2 ദിവസത്തിനകം തന്നെ കേരളത്തിലെത്തും. അതിനു മുൻപായി തന്നെ മഴ കനക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വ്യാപക മഴയുണ്ടായിരുന്നു. പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിൽ അതിശക്തമായ മഴയായിരുന്നു. ഇന്ന് മഴയിൽ നേരിയ ഒരു ആശ്വാസമുണ്ട്, നേരിയ കുറവുണ്ട്. പക്ഷേ നാളെ അത് വീണ്ടും കനക്കുമെന്ന് തന്നെയാണ് മുന്നറിയിപ്പുള്ളത്. ഇന്ന് യെല്ലോ അലർട്ട് ഉള്ളത് 2 ജില്ലകൾക്കാണ്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾക്കാണ്. പക്ഷേ അതേസമയം തിരുവനന്തപുരം, കൊല്ലം, എറണാകുളം, ആലപ്പുഴ ജില്ലകൾക്കൊക്കെ മുന്നറിയിപ്പുണ്ട്. നേരിയ മഴയുണ്ടാകുമെന്ന് മുന്നറിയിപ്പുണ്ട്. എന്തായാലും 24-ാം തീയതിയോടുകൂടി തന്നെ കേരളത്തിൽ മൺസൂൺ എത്തും. ഈ 2 ദിവസം 23-നും 24-നും എന്തായാലും ശക്തമായ മഴ ഉണ്ടാകുമെന്ന് കൂടി മുന്നറിയിപ്പുണ്ട്. ഒപ്പം ഈ മൺസൂൺ, ഇത്തവണത്തെ മൺസൂൺ കൂടുതൽ മഴ ലഭിക്കും, ശക്തമായ മൺസൂൺ ആയിരിക്കും എന്നൊക്കെ പ്രവചനങ്ങളുണ്ട്. എന്തായാലും സംസ്ഥാനത്ത് മഴ ഇങ്ങനെ വ്യാപിക്കുമ്പോൾ ഡൽഹിയിലും ബംഗളൂരുവിലൊക്കെ വൻ നാശനഷ്ടമാണ് ഈ മഴയിൽ ഉണ്ടായിരിക്കുന്നത്. ബംഗളൂരുവിൽ ഇതുവരെ 5 പേരും ഡൽഹിയിൽ 4 പേരുമാണ് ഇതുവരെ മഴക്കെടുതിയിൽ മരിച്ചത്. ഇതിൽ തന്നെ ഡൽഹിയിൽ ഇന്നലെ അതിശക്തമായ മഴയായിരുന്നു. വിമാന സർവീസുകളെ, മെട്രോ സർവീസുകളെ ഒക്കെ ബാധിച്ചിട്ടുണ്ട്. 13 വിമാനങ്ങൾ വഴിതിരിച്ച് വിടേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇന്നലെ ഹരിയാനയിൽ രൂപം കൊണ്ട ഒരു പുതിയ ചുഴലിക്കാറ്റ്, ന്യൂനമർദ്ദമൊക്കെയാണ് ഡൽഹിയിൽ മഴ ശക്തമാവാൻ കാരണമെന്നാണ് ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത്. എന്തായാലും നോയിഡയിലും ഒപ്പം ഗാസിയാബാദിലുമൊക്കെ ശക്തമായ മഴയാണ്. ഇന്നലെ ആലിപ്പഴ വർഷവും ഈ പ്രദേശങ്ങളിൽ ഉണ്ടായിരുന്നു. ഒപ്പം ബംഗളൂരുവിൽ കനത്ത നാശനഷ്ടമാണ്. ഈ വീടുകളിലേക്കൊക്കെ ചളിവെള്ളം ഇരച്ചു കയറുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. 3 അടിയോളം ഉയരത്തിലാണ് വെള്ളം വീടുകളിലേക്ക് എത്തിയത്. ഒപ്പം തന്നെ നിരവധി ഈ മരങ്ങൾ കടപുഴകി വീണ് വൈദ്യുതി ലൈനുകൾ പൊട്ടി അങ്ങനെയൊക്കെയാണ് നിരവധി മരണങ്ങൾ സംഭവിച്ചത്. വൈദ്യുതാഘാതമേറ്റാണ് ബംഗളൂരുവിലെ മരണങ്ങളിൽ അധികവും സംഭവിച്ചത്. ഒപ്പം ഡൽഹിയിലും ശക്തമായ മഴയിൽ ഈ വെള്ളക്കെട്ട് രൂപം കൊണ്ട് വൻ ഗതാഗത തടസ്സമുണ്ടായി. ഇതേ തുടർന്ന് ഈ ഓടയിലൊക്കെ വീണാണ് ഡൽഹിയിലെ മരണങ്ങളും സംഭവിച്ചത്. എന്തായാലും ഡൽഹിയിലും ബംഗളൂരുവിലും കനത്ത നാശനഷ്ടം വിതച്ച് ആണ് മഴ തുടരുന്നത്. ഒപ്പം സംസ്ഥാനത്ത് നിലവിൽ ഇതുവരെ അത്തരം നാശനഷ്ടങ്ങളോ വലിയ അപകടങ്ങളോ ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷേ മഴ കനക്കും. വരും ദിവസങ്ങളിൽ ശക്തമായ മഴയാകുമെന്ന് തന്നെയാണ് മുന്നറിയിപ്പ്. ഭവ്യ, ഷംനയാണ് വിവരങ്ങൾ നൽകിയത്. നന്ദി.
പഹൽഗാം ഭീകരാക്രമണത്തിന് ഇന്ന് ഒരു മാസം. എറണാകുളം സ്വദേശിയടക്കം 26 വിനോദസഞ്ചാരികളെയാണ് ഭീകരർ കൊലപ്പെടുത്തിയത്. ഓപ്പറേഷൻ സിന്ദൂറിലൂടെയാണ് ഭീകരർക്കും ഭീകരരെ പിന്തുണയ്ക്കുന്നവർക്കും ഇന്ത്യ ചുട്ട മറുപടി നൽകിയത്. പാക് ഭീകരത തുറന്നു കാട്ടാനുള്ള മൂന്നാമത്തെ ദൌത്യസംഘം ഇന്ന് യാത്ര തിരിക്കും. കനിമൊഴി നേതൃത്വം നൽകുന്ന സംഘമാണ് ഇന്ന് യാത്ര തിരിക്കുക. രാഗേഷ് ചേരുന്ന വിവരങ്ങളുമായി. രാഗേഷ്, വെരി ഗുഡ് മോർണിംഗ്. നമുക്കറിയാം, പഹൽഗാം നമ്മുടെ രാജ്യത്തിന്റെ ആത്മാവിനേറ്റ മുറിവാണ്. ഇന്നൊരു മാസം തികയുമ്പോൾ നമുക്ക് ഉറപ്പിച്ചു പറയാൻ സാധിക്കും, ഭീകരർക്ക് തക്കതായ മറുപടി, ചുട്ട മറുപടി നൽകി കഴിഞ്ഞു രാജ്യം എന്നുള്ളത്. എന്തായാലും പാക് ഭീകരത ലോകരാജ്യങ്ങൾക്ക് മുൻപിൽ തുറന്നു കാട്ടാനുള്ള മൂന്നാമത്തെ സംഘം ഇന്ന് യാത്ര തിരിക്കുകയാണ്. 2 സംഘങ്ങൾ ജപ്പാനിലും യുഎയിലുമൊക്കെ എത്തിക്കഴിഞ്ഞു അല്ലേ? അതിഭവ്യ, പഹൽഗാം ഭീകരാക്രമണം നടന്ന ഇന്ന് ഒരു മാസം പിന്നിടുകയാണ്. കാരണം കഴിഞ്ഞ 22-ന് ഉച്ചയ്ക്ക് ഏതാണ്ട് 2:30 ഭീകരാക്രമണം നടന്നു എന്ന വാർത്ത പുറത്തു വരുന്നത്. ആദ്യം ഒരാൾ കൊല്ലപ്പെട്ടു എന്നാണ് വാർത്തകൾ ഉണ്ടായിരുന്നെങ്കിൽ പിന്നീട് അതിന്റെ വ്യാപ്തി വർദ്ധിക്കുകയായിരുന്നു. അങ്ങനെയാണ് 26 പേർ, പ്രത്യേകിച്ച് പേര് ചോദിച്ച് കൊല്ലപ്പെടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയത്. ആദ്യഘട്ടത്തിൽ അതിന്റെ ഉത്തരവാദിത്വം TRF എന്ന സംഘടന ഏറ്റെടുത്തെങ്കിൽ പോലും കശ്മീരിൽ നിന്നടക്കം സാധാരണഗതിയിൽ അവർക്കൊക്കെ തന്നെ ഇത്തരത്തിൽ പിന്തുണ ലഭിക്കാറുണ്ട് ചില ഇടങ്ങളിൽ എങ്കിലും. പക്ഷേ കശ്മീരിലൊക്കെ തന്നെ പൊതുവെ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടായി ഭീകരവാദത്തിനെതിരെ. അത്തരത്തിൽ ഒരു സാഹചര്യം രൂപപ്പെടുന്നതോടുകൂടിയാണ് പിന്നീട് ഉത്തരവാദിത്തം അവർ പിന്മാറുകയും ചെയ്തത്. ഏതായാലും ശക്തമായ തിരിച്ചടി ഇന്ത്യ നൽകി. പ്രത്യേകിച്ച് ഓപ്പറേഷൻ സിന്ദൂർ, സാധാരണഗതിയിൽ അത് പാക് അധിനിവേശ കശ്മീരിലാണ് നടക്കാറുള്ളതെങ്കിൽ അതിൽ നിന്ന് ഇന്ത്യയുടെ സ്ട്രാറ്റജി തന്നെ മാറി. പാകിസ്ഥാനിലെ ഭീകരത്താവളങ്ങൾ പോലും ഇന്ത്യ തകർത്തു. ഇപ്പോൾ പക്ഷേ അത്തരം നടപടികളിലേക്കൊക്കെ പോയെങ്കിൽ പോലും ഈ ആക്രമണം ആസൂത്രണം ചെയ്ത ഭീകരരെ, അല്ലെങ്കിൽ അവിടെ ഇത്തരത്തിൽ 26 പേരെ കൊന്ന ഭീകരരെ ഒന്നും തന്നെ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അവർ വനമേഖലയിൽ ഒളിച്ചു എന്നാണ് ആദ്യഘട്ടങ്ങളിലൊക്കെ വാർത്ത പുറത്തു വന്നെങ്കിൽ ഇപ്പോൾ അത്തരം സൂചനകളൊന്നുമില്ല. ഒരുപക്ഷെ പാകിസ്ഥാനിലേക്ക് കടന്നോ എന്ന കാര്യത്തിൽ പോലും ഇതുവരെ സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. ഏതായാലും സുരക്ഷാ വീഴ്ച അടക്കമുള്ള ചോദ്യങ്ങൾ പല ഘട്ടങ്ങളിലായി ഉയർന്നിട്ടുണ്ട്. കാരണം ഇത്രയും അധികം സഞ്ചാരികൾ വരുന്ന സ്ഥലത്ത് ഒരു സുരക്ഷാ ഉദ്യോഗസ്ഥൻ പോലും ഉണ്ടാവാത്തത് പലയിടങ്ങളിൽ നിന്ന്, പല കോണുകളിൽ നിന്ന് അന്ന് തന്നെ ചോദ്യങ്ങൾ ഉയർന്നതാണ്. ഏതായാലും ഓപ്പറേഷൻ സിന്ദൂർ അതിന്റെ ഇന്ത്യ നടപ്പാക്കി. അത് ഏതായാലും അവസാനിച്ചിട്ടില്ല എന്ന് സർക്കാർ തന്നെ വ്യക്തമാക്കുകയും ചെയ്തു. ഏതായാലും അതിന്റെ നടപടികൾ വിശദീകരിക്കാൻ, ഓപ്പറേഷൻ സിന്ദൂറിലേക്ക് എന്തുകൊണ്ട് ഇന്ത്യക്ക് കടക്കേണ്ടി വന്നു എന്ന സാഹചര്യം വിശദീകരിക്കാനുള്ള ദൗത്യ സംഘം ഇപ്പോൾ യാത്ര തുടരുകയാണ്. ആദ്യ 2 സംഘങ്ങൾ ഇന്നലെ യാത്ര തിരിച്ചു. ഒന്ന് ജപ്പാനിലേക്കും മറ്റൊന്ന് UAE-യിലേക്കും. ഏതായാലും ഇന്ന് കനിമൊഴി നേതൃത്വം നൽകുന്ന സംഘം കൂടി യാത്ര തിരിക്കാനിരിക്കുകയാണ്. അങ്ങനെ ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ പാകിസ്ഥാനെ തുറന്നു കാണിക്കാനുള്ള ശ്രമം ഇന്ത്യയുടെ ഭാഗത്ത് നടക്കുകയാണ്. അതിനിടെ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ്, കോൺഗ്രസ് നേതാവ് ആനന്ദ് ശർമ്മ കൂടി ഇപ്പോൾ പാർട്ടി നിലപാടിനോട് വിയോജിച്ചുകൊണ്ട് രംഗത്ത് വരികയാണ്. കാരണം കോൺഗ്രസ് നൽകിയ പട്ടികയിൽ ഉണ്ടായിരുന്ന, സർക്കാർ നൽകിയ പട്ടികയിൽ ഉണ്ടാവുകയും പിന്നീട് സർക്കാരിന്റെ ലിസ്റ്റിൽ ഉൾപ്പെടുകയും ചെയ്ത ഏക പേര് ആനന്ദ് ശർമ്മയാണ്. ഇപ്പോൾ ആനന്ദ് ശർമ്മയും ഏതായാലും തരൂരടക്കം പറയുന്ന ഒരു ലൈനിനോട് ഏതാണ്ട് ചേർന്ന് നിൽക്കുന്ന പ്രസ്താവനയാണ് നടത്തിയിരിക്കുന്നത്. അതായത് സർക്കാരിൻ്റേത് ഒരു പ്രധാനപ്പെട്ട ചുവടുവെപ്പാണെന്ന പ്രതികരണം ഇപ്പോൾ ആനന്ദ് ശർമ്മയും ഈ ഘട്ടത്തിൽ നടത്തുകയാണ്. കാരണം കോൺഗ്രസിലെ വലിയൊരു വിഭാഗം നേതാക്കൾക്ക് ഇപ്പോൾ ഏതായാലും സർക്കാർ നടപടികളെ ചോദ്യം ചെയ്യേണ്ടതില്ല, ഇതിലെ വീഴ്ചകളൊന്നും തന്നെ ചോദ്യം ചെയ്യേണ്ടതില്ല എന്ന അഭിപ്രായമുണ്ട്. പക്ഷേ രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ വിദേശകാര്യമന്ത്രി S ജയശങ്കറിന്റെ പ്രസ്താവനയെ അടക്കം ചോദ്യം ചെയ്തുകൊണ്ട് കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നിരുന്നു. ഏതായാലും ആനന്ദ് ശർമ്മ ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത് സർക്കാരിന്റെ ഒരു പ്രധാനപ്പെട്ട ചുവടുവെപ്പാണെന്നാണ്. ഭവ്യ. ശരി, രാഗേഷാണ് വിവരങ്ങൾ നൽകിയത്. നന്ദി. ടോക്കിയോയിലേക്ക് പുറപ്പെടുന്നതിന് മുൻപ് ന്യൂഡൽഹി വിമാനത്താവളത്തിൽ സർവകക്ഷി പാർലമെന്ററി പ്രതിനിധി സംഘത്തിന്റെ ചിത്രം പങ്കുവച്ച് JDU MP സഞ്ജയ് ഝാ ഭീകരതയെ പിന്തുണയ്ക്കുന്ന പാകിസ്ഥാന്റെ നയത്തെക്കുറിച്ചും ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ ഇന്ത്യ സ്വീകരിച്ച നടപടികളെക്കുറിച്ചും ലോകത്തെ മുഴുവൻ അറിയിക്കുക എന്നതാണ് സന്ദർശന ലക്ഷ്യമെന്നും സംഘത്തലവൻ എക്സിൽ കുറിച്ചു. ജോൺ ബ്രിട്ടാസ് MPയും ഉൾപ്പെട്ട സംഘം ദക്ഷിണ കൊറിയ, മലേഷ്യ, ഇന്തോനേഷ്യ, സിംഗപ്പൂർ എന്നീ രാജ്യങ്ങളും സന്ദർശിക്കും. ഡൽഹിയിൽ ഭീകരാക്രമണം നടത്താനുള്ള ISI നീക്കം പൊളിച്ച ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികൾ. ISI ഏജന്റ് നേപ്പാൾ വഴി ഡൽഹിയിലെത്തി രഹസ്യ സൈനിക രേഖകൾ ശേഖരിച്ചിരുന്നുവെന്ന് കണ്ടെത്തി. ഇതിനെ തുടർന്നാണ് രാജ്യതലസ്ഥാനത്ത് ഭീകരാക്രമണം ആസൂത്രണം ചെയ്യുന്നുണ്ടെന്ന സൂചന ഏജൻസികൾക്ക് ലഭിച്ചത്. 3 മാസം നീണ്ടുനിന്ന രഹസ്യ ഓപ്പറേഷനിലൂടെയാണ് അന്വേഷണ ഏജൻസികൾ നീക്കം പൊളിച്ചത്. 2 പേരെ അറസ്റ്റ് ചെയ്തു. പാക് ഹൈക്കമ്മീഷനിലെ ഉയർന്ന ചില ഉദ്യോഗസ്ഥർക്കും ഭീകരാക്രമണ നീക്കവുമായി ബന്ധമുണ്ടെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്.
പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ബിക്കാനീർ വ്യോമതാവളം സന്ദർശിക്കും. രാവിലെ 9:30 സന്ദർശനം. നേരത്തെ പ്രധാനമന്ത്രി മോദി പഞ്ചാബിലെ ആദംപൂർ വ്യോമതാവളം സന്ദർശിക്കുകയും സൈനികരെ അനുമോദിക്കുകയും ചെയ്തിരുന്നു. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ മുന്നിൽ കണ്ട് കോൺഗ്രസ് ഹൈക്കമാൻഡ് രൂപം കൊടുക്കാൻ ഒരുങ്ങുന്ന പ്രത്യേക കോർ കമ്മിറ്റിയുടെ അധ്യക്ഷ സ്ഥാനം നിരസിച്ച് കെ സുധാകരൻ. കെപിസിസി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് സുധാകരനെ മാറ്റിയതുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങൾക്ക് പിന്നാലെയാണ് അനുനയ ശ്രമങ്ങളുടെ ഭാഗമായി തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള കമ്മിറ്റിയുടെ ചെയർമാൻ സ്ഥാനത്തേക്ക് അദ്ദേഹത്തെ പരിഗണിച്ചത്. ഇതോടെ നേതൃതലത്തിൽ ഉടലെടുത്ത ഭിന്നത പരിഹരിക്കാൻ ഹൈക്കമാൻഡ് മുന്നോട്ടുവെച്ച ഫോർമുലയും അനിശ്ചിതത്വത്തിൽ തുടരുകയാണ്. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. സംസ്ഥാനത്ത് ഏതുവിധേനയും ഭരണം ഉറപ്പാക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങളുടെ ഭാഗമായാണ് സ്ഥാനാർത്ഥി നിർണയവും തെരഞ്ഞെടുപ്പ് പ്രചരണവും ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് പ്രത്യേക കോർ കമ്മിറ്റിക്ക് രൂപം നൽകാൻ കോൺഗ്രസ് ദേശീയ നേതൃത്വം തീരുമാനമെടുത്തത്. സംസ്ഥാനത്ത് നിന്നുള്ള മുതിർന്ന നേതാക്കൾക്ക് പുറമെ ഹൈക്കമാൻഡ് പ്രതിനിധികളും ഉൾപ്പെടുന്ന കോർ കമ്മിറ്റിക്കായിരിക്കും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട മേൽനോട്ട ചുമതല. ഈ സമിതിയുടെ ചെയർമാൻ സ്ഥാനത്തേക്ക് കെ സുധാകരനെ പരിഗണിച്ചുകൊണ്ട് അദ്ദേഹത്തെ കെപിസിസി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റിയതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്ക് വിരാമമിടാനായിരുന്നു ഹൈക്കമാൻഡ് പദ്ധതി. എന്നാൽ ദേശീയ നേതൃത്വത്തിന്റെ ഈ ഒത്തുതീർപ്പ് നീക്കത്തിന് വഴങ്ങില്ലെന്ന സൂചന നൽകിയാണ് കോർ കമ്മിറ്റി അധ്യക്ഷ സ്ഥാനത്തേക്ക് താൻ ഇല്ലെന്ന് സുധാകരൻ നിലപാടറിയിച്ചത്. ഇതോടെ കോൺഗ്രസ് സംസ്ഥാന നേതൃത്വത്തിനിടയിൽ ഉടലെടുത്ത ഭിന്നത പരിഹരിക്കാൻ ഹൈക്കമാൻഡ് തയ്യാറാക്കിയ പദ്ധതിയും അനിശ്ചിതത്വത്തിലായിരിക്കുകയാണ്. വിദേശത്തുള്ള AICC സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ മടങ്ങിയെത്തിയ ശേഷം പ്രശ്നപരിഹാരത്തിനായി വീണ്ടും ചർച്ച നടക്കുമെന്നാണ് വിവരം. അതേസമയം ഹൈക്കമാൻഡ് വിളിച്ചു ചേർത്ത ഡൽഹിയിലെ പ്രത്യേക കൂടിക്കാഴ്ചയിൽ നിന്ന് വിട്ടുനിന്ന് നീരസം വ്യക്തമാക്കിയതിന് പിന്നാലെ പുതിയ ദൗത്യം ഏറ്റെടുക്കാനില്ലെന്നുകൂടി കെ സുധാകരൻ അറിയിച്ചതോടെ വിഷയത്തിൽ ദേശീയ നേതൃത്വം എടുക്കുന്ന നിലപാടായിരിക്കും ഇനി നിർണായകമാവുക. ഡാൻ കുര്യൻ, ന്യൂസ് 18, തിരുവനന്തപുരം. പുതിയ നേതൃത്വം ചുമതല ഏറ്റെടുത്തതിന് ശേഷമുള്ള ആദ്യ കെപിസിസി യോഗം ഇന്ന് രാവിലെ 11 മണിക്ക് ഇന്ദിരാഭവനിൽ ചേരുന്ന യോഗത്തിൽ കെപിസിസി അധ്യക്ഷൻ സണ്ണി ജോസഫ് അധ്യക്ഷത വഹിക്കും. കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗങ്ങളും കെപിസിസി ഭാരവാഹികളും യോഗത്തിൽ പങ്കെടുക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങളും യോഗത്തിൽ ചർച്ചയാകുമെന്നാണ് സൂചന. ഒരിടവേള.
പുഴയിലെ മത്സ്യത്തൊഴിലാളികൾക്ക് പ്രതീക്ഷ നൽകിയ 177 കോടിയുടെ ഹാർബർ നവീകരണ പദ്ധതിക്ക് തുടക്കം. വള്ളങ്ങൾ മറിഞ്ഞുണ്ടാകുന്ന അപകടങ്ങൾ ഒഴിവാക്കുന്നതിനും ഹാർബറിന്റെ അടിസ്ഥാന സൌകര്യ വികസനവുമാണ് പദ്ധതിയിൽ. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത്. അതേസമയം പുഴയിലെ മണൽ നീക്കം പുരോഗമിക്കുകയാണ്. കാലവർഷം അടുത്തതോടെ മുതലപ്പുഴയിലെ ജനങ്ങൾ ആശങ്കയിലാണ്. ഡ്രഡ്ജിംഗ് ഉൾപ്പെടെ നടക്കുന്നുണ്ടെങ്കിലും പൂർത്തിയാകാൻ ഇനിയും സമയമെടുക്കും. ഈ സാഹചര്യത്തിലാണ് നിർമ്മാണ ഉദ്ഘാടനത്തിന് മുമ്പേ തന്നെ പദ്ധതി പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത്. ശക്തമായ തിരയിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട വള്ളങ്ങൾ ട്രോട്രോപോഡുകളിൽ ഇടിച്ച് അപകടങ്ങൾ പതിവായിരുന്നു. ഇതൊഴിവാക്കാൻ അഴിമുഖത്ത് ട്രോട്രോപോഡുകളും കൂറ്റൻ കരിങ്കല്ലുകളും നീക്കം ചെയ്യും. ഒപ്പം മണൽത്തിട്ടയും മാറ്റും. ഇപ്പൊ ഏകദേശം 1 വർഷത്തിനപ്പുറം ആവുമെന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞാലും ശരി തന്നെ നമ്മൾക്ക് ജോലിക്ക് പോകാനുള്ള ഒരു അത്യാവശ്യ കാര്യങ്ങൾ നമുക്കിപ്പോൾ താൽക്കാലികമായിട്ട് ചെയ്തു തരണം. അപ്പോൾ അതുകൊണ്ട് അടിയന്തരമായിട്ടുള്ള ഇപ്പോഴും നടക്കുന്ന ട്രഡ്ജിങ്ങും മറ്റുള്ള വിഷയങ്ങളും ഇപ്പോൾ ബഹുമാനപ്പെട്ട കളക്ടർ നമുക്ക് നല്ല ഒരു ആശ്വാസമായ വാക്കുകളാണ് തന്നത്. അപ്പോൾ അവരുടെ വാക്കിനെ മാനിച്ചുകൊണ്ട് ഞങ്ങൾ നമ്മൾ കാത്തിരിക്കുകയാണ്. നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ പണിക്ക് ഇറങ്ങി പോകാന്നുള്ള ഒരു ധൈര്യത്തിൽ നമ്മൾ ഇരിക്കുകയാണ്. അശാസ്ത്രീയമായ പ്രവർത്തികളാണ് മുതലപ്പുഴയിൽ അപകടങ്ങൾക്ക് കാരണമെന്ന് സെൻട്രൽ വാട്ടർ ആൻഡ് പവർ റിസർച്ച് സ്റ്റേഷൻ നടത്തിയ പഠനത്തിൽ കണ്ടെത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഹാർബറിൽ വരുത്തേണ്ട മാറ്റങ്ങളെക്കുറിച്ച് റിപ്പോർട്ടും സമർപ്പിച്ചിരുന്നു. കേന്ദ്ര സർക്കാരിന്റെ സ്മാർട്ട് ആൻഡ് ഗ്രീൻ ഹാർബർ നയത്തിന്റെ ഭാഗമായാണ് മുതലപ്പുഴയിൽ 177 കോടി രൂപയുടെ നവീകരണ പദ്ധതി നടപ്പിലാക്കുന്നത്. ഹാർബറിലെ പുലിമുട്ടിൽ മാറ്റം വരുത്തും. തെക്കേ പുലിമുട്ടിന്റെ നീളം 420 മീറ്റർ വർദ്ധിപ്പിച്ച് കവാടം വടക്കുഭാഗം വരുന്ന വിധം പുനർനിർമ്മിക്കും. ചാനലിലും കായലിലും ഡ്രഡ്ജിംഗ് നടത്തി ആഴം കൂട്ടും. നിർമ്മാണത്തിനാവശ്യമായ കൂടുതൽ യന്ത്രങ്ങളും സംവിധാനങ്ങളും ഉടൻ മുതലപ്പുഴയിലെത്തിക്കും. കേന്ദ്ര സർക്കാർ 106 കോടിയും 71 കോടി സംസ്ഥാന സർക്കാരുമാണ് ചെലവിടുന്നത്. ഒരു പ്രദേശത്തെ ജനങ്ങൾക്ക് ദുരിതം മാത്രം സമ്മാനിച്ച ഹാർബർ നിർമ്മാണമായിരുന്നു മുതലപ്പുഴയിലേത്. മത്സ്യബന്ധന വള്ളങ്ങൾ ടെട്രാപോഡുകളിലിടിച്ച് അപകടങ്ങൾ പതിവായിരുന്നു. പൊഴി മൂടുന്നതോടെ തൊട്ടടുത്ത പ്രദേശങ്ങളിൽ വെള്ളപ്പൊക്ക ഭീഷണിയും മത്സ്യബന്ധനങ്ങൾക്ക് വള്ളങ്ങൾ ഉപയോഗിച്ച് പോവാൻ കഴിയാത്ത അവസ്ഥയുമുണ്ടായി. ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ തുക ചെലവഴിച്ചുകൊണ്ടുള്ള ഹാർബർ നവീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുന്നത്. ക്യാമറമാൻ അരുണിനോടൊപ്പം സാരംഗ് സുധാകരൻ, ന്യൂസ് 18 തിരുവനന്തപുരം. പാത്രിയാർക്കീസ് ബാവയ്ക്കെതിരെ ഓർത്തഡോക്സ് സഭ. ഓറിയന്റൽ ഓർത്തഡോക്സ് സഭയിലെ ചില സഭാ അധ്യക്ഷന്മാരെ സമ്മർദ്ദത്തിലാക്കിയാണ് സഭാ തർക്കത്തിൽ പാത്രിയാർക്കീസ് ബാവ സമവായ നീക്കം നടത്തുന്നത്. മിഡിൽ ഈസ്റ്റിലെ ചില സഭാ അധ്യക്ഷന്മാരെ ഒപ്പം നിർത്തിയാണ് പുതിയ നീക്കം. ഓർത്തഡോക്സ് സഭയെ ഓറിയന്റൽ ഓർത്തഡോക്സ് സഭയിൽ നിന്ന് പുറത്താക്കിയതായി ഇവർ പ്രചരിപ്പിക്കുകയാണ്. ഓറിയന്റൽ ഓർത്തഡോക്സ് സഭയുടെ സംയുക്ത യോഗം ചേർന്നു എന്ന വാദവും തെറ്റാണ്. അതേസമയം നാളെ ചേരുന്ന ഓർത്തഡോക്സ് സഭയുടെ സ്നേഹദോസ് യോഗം പുതിയ സാഹചര്യം വിലയിരുത്തും. സഭാ നേതൃത്വത്തിനെതിരെ രംഗത്തു വന്ന അടൂർ കടമ്പനാട് ഭദ്രാസനാധിപൻ സക്കറിയാസ് മാർ അപ്രേ മെത്രാപ്പൊലീത്തയ്ക്കെതിരെ നടപടിയും ഉണ്ടായേക്കും. ഈ ഒന്നായിരിക്കുന്ന മലങ്കര സഭയെ രണ്ടാക്കി കിട്ടുമോ എന്നന്വേഷിച്ച് നിരവധി സമ്മർദ്ദങ്ങൾ മലങ്കര സഭയുടെ മേൽ വന്നിട്ടുണ്ട്. ആ സമ്മർദ്ദങ്ങളെയൊക്കെ ഈ സഭ ഒന്നാണ് എന്ന ഉറച്ച കാഴ്ചപ്പാടോടുകൂടി മലങ്കര സഭയുടെ ജനനദി ചെറുത്തു തോൽപ്പിച്ചിട്ടുണ്ട്. ആ പരിശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് സത്യവിരുദ്ധമായ ഈ വാർത്തകളെയും ഞങ്ങൾ കാണുന്നത്. ഓറിയന്റൽ ഓർത്തഡോക്സ് സഭ എന്നത് ഒരു സംഘടന എന്നതിനേക്കാൾ ഉപരി അതൊരു വേദശാസ്ത്ര ശാഖയാണ്. കൽക്കദൂൻ സുനോദോസിൻ്റെ AD 451 കൽക്കദൂനിയ സുനോദോസിനോട് യോജിക്കാത്ത സഭകൾ ചേർന്ന് രൂപീകരിച്ച ഒരു വേദശാസ്ത്ര ശാഖയാണ് ഓറിയന്റൽ ഓർത്തഡോക്സി എന്ന് വിശേഷിപ്പിക്കുന്നത്. അതിന് തുടക്കകാലം മുതൽ 1964 മുതലാണ് ഓറിയന്റൽ ഓർത്തഡോക്സ് സഭാ കൂടിവരവുകൾ സജീവമാകുന്നത്. ജി ശ്രീജിത്ത് ചേരുന്ന വിവരങ്ങളുമായി. ശ്രീജിത്ത്, ഗുഡ് മോർണിംഗ്. ഈ സഭാ തർക്കം അത് കൂടുതൽ മോശം അവസ്ഥയിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ കൂടുതൽ മുറുകുന്നു എന്ന് വേണോ മനസ്സിലാക്കാൻ? സമവായ നീക്കമൊക്കെ പാളുന്നു അല്ലേ? അതാണോ ഈ പാത്രിയാർക്കീസ് ബാവയ്ക്കൊക്കെ വിമർശനത്തിലേക്ക് വഴിവെച്ചത്? എന്ത് മനസ്സിലാക്കണം നമ്മൾ? ഭവ്യ, ഗുഡ് മോർണിംഗ്. തീർച്ചയായും ഫലത്തിൽ പാത്രിയാർക്കീസ് ബാവയുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് ഈ നീക്കങ്ങളെല്ലാം നടക്കുന്നത് എന്ന ആരോപണമാണ് ഓർത്തഡോക്സ് സഭയുടെ നേതൃത്വം ഉന്നയിക്കുന്നത്. 2 വിവരങ്ങളാണ് പ്രചരിച്ചത്. ഒന്ന്, ഓറിയന്റൽ ഓർത്തഡോക്സ് സഭയിൽ നിന്ന് ഈ ഓർത്തഡോക്സ് സഭയെ, കേരളത്തിലെ ഓർത്തഡോക്സ് സഭയെ, ഇന്ത്യയിലെ ഓർത്തഡോക്സ് സഭയെ പുറത്താക്കി എന്നതാണ് ഒരു വാർത്ത. രണ്ടാമത്തത്, ഈ ഓറിയന്റൽ ഓർത്തഡോക്സ് സഭ ഈ സമവായ ചർച്ചയ്ക്ക് ക്ഷണിച്ചു എന്നത്. ഈ 2
കാര്യവും അവർ നിഷേധിക്കുകയാണ്. ഒന്ന്, പുറത്താക്കിയിട്ടില്ല. രണ്ടാമത്തെ കാര്യം, ഈ ഓറിയന്റൽ ഓർത്തഡോക്സ് സഭയുടെ ഒരു സംയുക്ത വേദിയുണ്ട്. ഫലത്തിൽ ആ സംയുക്ത വേദി അല്ല ഈ സമവായ ശ്രമങ്ങൾ നടത്തിയത്. പാത്രിയർക്കീസ് ബാവയും മിഡിൽ ഈസ്റ്റിലെ ചില സഭകളുടെ അധ്യക്ഷന്മാരും മാത്രമാണ്. പ്രധാനപ്പെട്ട പല സഭകളും ഈ യോഗത്തിൽ ഉണ്ടായിരുന്നില്ല എന്നും അവർ ചൂണ്ടിക്കാണിക്കുകയാണ്. അതായത് ഇത് ഫലത്തിൽ മലങ്കര ഓർത്തഡോക്സ് സഭയ്ക്കെതിരെയുള്ള ഒരു നീക്കമായി, സമ്മർദ്ദ നീക്കമായി കാണുന്നു. സഭയെ വിഘടിപ്പിക്കാനുള്ള ശ്രമമായി ഒക്കെയാണ് ഓർത്തഡോക്സ് സഭ കാണുന്നത്. എന്തായാലും ഇതിനൊക്കെ പിന്നാലെ നാളെ ഓർത്തഡോക്സ് സഭയുടെ സുന്നഹദോസ് യോഗം ചേരുകയാണ്. അതായത് മെത്രാപ്പൊലീത്തമാരുടെ എല്ലാം യോഗം ചേരുകയാണ്. ആ യോഗത്തിൽ ഈ വിഷയങ്ങൾ സ്വാഭാവികമായും ചർച്ചയാകും. കൂടുതൽ പ്രതികരണങ്ങൾ ഉണ്ടാകും. ഫലത്തിൽ പാത്രിയർക്കീസ് ബാവയ്ക്കെതിരെ പറയുന്നു എന്ന് പറയുമ്പോൾ ഫലത്തിൽ അത് യാക്കോബായ സഭയ്ക്കെതിരായ ഒരു നീക്കം കൂടിയായി ഫലത്തിൽ കാണേണ്ടി വരികയാണ്. സമവായ ശ്രമങ്ങൾ ഒരുപക്ഷെ ഈ ഓറിയന്റൽ ഓർത്തഡോക്സ് സഭ മുൻപ് നടത്തിയതും പരാജയപ്പെട്ടിരുന്നു. പക്ഷെ പല ശ്രമങ്ങളും ഉണ്ടാകുമ്പോൾ വീണ്ടും പ്രതീക്ഷയോടെയാണ് പലപ്പോഴും സഭാവിശ്വാസികൾ കാണുന്നത്. പക്ഷേ ഇപ്പോഴത്തെ ഈ നീക്കവും ഫലത്തിൽ അടിമുടി പാളിയിരിക്കുന്നു. മാത്രമല്ല അതിന്റെ പിന്നിൽ ഒരു സമ്മർദ്ദ ശക്തിയുണ്ട്, ഒരു ഗൂഢാലോചനയുണ്ട് എന്ന് പറയുമ്പോൾ അത്തരം ശ്രമങ്ങൾ കൂടി പരാജയപ്പെടുന്ന തരത്തിലേക്കുള്ള ഒരു ചർച്ചകൾ ഫലത്തിൽ സംഭവിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ ആകെത്തുക. മാത്രവുമല്ല, ഓർത്തഡോക്സ് സഭയെ സംബന്ധിച്ച് അടിയന്തര സുന്നഹദോസ് ചേരുന്നത് അടൂർ കടമ്പനാട് ഭദ്രാസനാധിപൻ. ഫലത്തിൽ അദ്ദേഹം നടത്തിയ പ്രതികരണങ്ങൾ സഭാ നേതൃത്വത്തിനെതിരെയുള്ളതാണ്. ഫലത്തിൽ യാക്കോബായ സഭയ്ക്ക് ആയുധമാകുന്ന പ്രതികരണങ്ങളാണ് അദ്ദേഹം നടത്തുകയും ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തെ ആ ചുമതലയിൽ നിന്ന് നീക്കാനുള്ള സാധ്യതകൾ ഇപ്പോഴുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നാളെ വൈകുന്നേരത്തോടെ ഇക്കാര്യത്തിൽ ഒരു അന്തിമമായ വ്യക്തത വരും. എന്തായാലും ഓർത്തഡോക്സ് യാക്കോബായ സമവായ നീക്കങ്ങൾ ഫലത്തിൽ ഒന്നുകൂടി പാളുന്നു എന്നത് തന്നെയാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഭവ്യ. ശരി, നദി ജി ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. മിൽമ തിരുവനന്തപുരം മേഖലാ യൂണിയനിൽ ജീവനക്കാരുടെ അനിശ്ചിതകാല സമരം ഇന്ന് ആരംഭിക്കും. സമരം തുടർന്നാൽ തെക്കൻ കേരളത്തിൽ ഉച്ചയ്ക്ക് ശേഷം പാൽ വിതരണം തടസ്സപ്പെടാൻ സാധ്യതയുണ്ട്. സർവീസിൽ നിന്ന് വിരമിച്ച MD പി മുരളിക്ക് കാലാവധി നീട്ടി നൽകിയതിൽ പ്രതിഷേധിച്ചാണ് സമരം. CITU INTUC സംഘടനകൾ സംയുക്തമായാണ് സമരാഹ്വാനം നൽകിയിട്ടുള്ളത്. പ്രശ്നപരിഹാരത്തിന് മിൽമ ചെയർമാൻ ഇന്ന് യോഗം വിളിച്ചിട്ടുണ്ടെങ്കിലും MDയെ മാറ്റി നിർത്താതെ ചർച്ചയിൽ പങ്കെടുക്കില്ലെന്നാണ് യൂണിയനുകളുടെ നിലപാട്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്, ഇന്ന് ഉന്നത വിദ്യാഭ്യാസമുള്ള എത്രയോ ചെറുപ്പക്കാർ ഇന്ന് PSC വഴി റാങ്കിൽ വന്നതിന് ശേഷം അവർക്ക് ജോലിക്ക് കയറാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യം, മുട്ടിലിഴയുന്ന സാഹചര്യങ്ങളെല്ലാം നിങ്ങൾ പത്രമാധ്യമങ്ങളിൽ കൂടെ നമ്മൾ കണ്ടതാണ്. ആ സാഹചര്യത്തിൽ 3.5 ലക്ഷം രൂപയോളം ശമ്പളം കൈപ്പറ്റി ഇവിടെ നിന്നും കഴിഞ്ഞ മാസം റിട്ടയർഡായ മിൽമയുടെ എല്ലാ ആനുകൂല്യങ്ങളും, റിട്ടയർമെന്റ് ആനുകൂല്യങ്ങൾ ലക്ഷക്കണക്കിന് രൂപ വാങ്ങി പിരിഞ്ഞ ഒരാളിനെ വീണ്ടും പുനർനിയമനം നൽകിയതിലാണ് നമ്മൾ പ്രതിഷേധിച്ചുകൊണ്ട് സംയുക്ത ട്രേഡ് യൂണിയൻ INTUC CITUയുടെ നേതൃത്വത്തിൽ സംയുക്ത ട്രേഡ് യൂണിയൻ നമ്മൾ നോട്ടീസ് നൽകിയിരുന്നു. സാരംഗ് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. സാരംഗ്, വെരി ഗുഡ് മോർണിംഗ്. എന്തിനാണ് ഈ ഒരു മിൽമ സമരം? അതൊരു സമവായത്തിലേക്ക് എത്താൻ സാധ്യതയുണ്ടോ? ചർച്ചയിൽ പരിഹാരമുണ്ടാകും? പ്രധാനമായും മിൽമയിൽ സമരം MD, അതായത് കഴിഞ്ഞ മാസം വിരമിച്ച MD മുരളിക്ക് പുനർനിയമനം നൽകിയതിനെ തുടർന്നുള്ളതായിരുന്നു. അതായത് 2 വർഷത്തേക്ക് നൽകുന്നു. അതുമാത്രമല്ല മറ്റ് ആനുകൂല്യങ്ങളെല്ലാം ലഭിച്ചതിന് ശേഷമാണ് ഇവർ വിരമിച്ചത്. അതിനുശേഷം വരുന്ന മറ്റ് ഉദ്യോഗസ്ഥർക്കോ ഇവർക്കോ ഒന്നും ലഭിക്കാത്തൊരു ആനുകൂല്യം MDക്ക് മാത്രം നൽകുന്നു എന്നുള്ളൊരു ആക്ഷേപം ആലോചിച്ചിട്ടാണ് ഇവർ സമരവുമായി മുന്നോട്ട് വരുന്നത്. മലബാർ മേഖലയിൽ നിന്നും തിരുവനന്തപുരം മേഖലയിലേക്ക് ഡെപ്യൂട്ടേഷനിൽ വന്ന മുരളിക്ക് കൃത്യമായ കാര്യങ്ങൾ, ക്വാളിഫിക്കേഷനോ കാര്യങ്ങളോ ഇല്ല എന്നും ഇവർ ആരോപിക്കുന്നുണ്ട്. സമരസമിതി നേതാക്കളുടെ പ്രതികരണം ഈ സമരവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഈ സമരവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്, ഈ സമരം മാനേജ്മെന്റ് സ്വയം വലിച്ചുവെച്ച സമരമാണ്, ഉണ്ടാക്കിയെടുത്ത സമരമാണ്. കാരണം ഞങ്ങൾ മെയ് മാസം 5-ാം തീയതി പണിമുടക്ക് നോട്ടീസ് സംയുക്തമായി CITU INTUC യൂണിയനുകൾ, അംഗീകൃത ട്രേഡ് യൂണിയനുകൾ സംയുക്തമായി ഞങ്ങൾ പണിമുടക്ക് നോട്ടീസ് കൊടുത്തു. എന്നിട്ട് ഒരു മീറ്റിംഗ് വിളിച്ചു ചേർക്കാൻ ഈ മാനേജ്മെന്റ് തയ്യാറായില്ല. ലേബർ കമ്മീഷൻ അവിടെ ഒരു മീറ്റിംഗ് 20-ാം തീയതി ലേബർ കമ്മീഷൻ മീറ്റിംഗ് വിളിച്ചപ്പോൾ ഹെഡ് ഓഫീസിലുള്ള ഒരു ജൂനിയർ ഉദ്യോഗസ്ഥന് തീരുമാനമൊന്നും എടുക്കാൻ അവകാശമില്ലാത്ത, അർഹതയില്ലാത്ത, കഴിയാത്ത ഒരു ജൂനിയർ ഉദ്യോഗസ്ഥനെയാണ് പറഞ്ഞു വിട്ടത്. അതുകൊണ്ട് ലേബർ കമ്മീഷൻ ചോദിച്ച ചോദ്യങ്ങൾക്കൊന്നും അദ്ദേഹത്തിന് മറുപടി പറയാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഞങ്ങൾ പറഞ്ഞത് പണിമുടക്ക് മാറ്റിവെക്കണമെന്ന് ലേബർ കമ്മീഷൻ ഞങ്ങളോട് ആവശ്യപ്പെട്ടു. ഞങ്ങൾ പറഞ്ഞു മാറ്റിവെക്കാം, കുഴപ്പമില്ല. പക്ഷേ ഈ MDയെ മാറ്റി നിർത്തണം. മാറ്റി നിർത്തിയിട്ട് നമുക്ക് വേറൊരു ദിവസം ഇവർ പറയുമ്പോൾ ഇവർ പങ്കെടുപ്പിച്ചൊരു മീറ്റിംഗ് കൂടാം. അവിടെ വെച്ച് തീരുമാനം എന്താണോ ആകുന്നത് അതുപോലെ നമുക്കിപ്പോൾ അതിനവർ തയ്യാറല്ല.
അതിന് ഈ ഉദ്യോഗസ്ഥനോട് ചോദിച്ചപ്പോൾ അയാൾക്ക് അത് പറയാൻ അയാൾക്ക് തയ്യാറല്ല. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ പണിമുടക്കുമായി മുന്നോട്ട് പോകും. അപ്പോൾ ലേബർ കമ്മീഷൻ എന്താ പറഞ്ഞത്? ലേബർ കമ്മീഷൻ പറഞ്ഞ് അടിയന്തരമായി നാളെ തന്നെ മിനിസ്റ്റർ ലെവലിൽ ഒരു മീറ്റിംഗ് വിളിക്കാൻ കഴിയുമോ എന്ന് നോക്കട്ടെ. ഞങ്ങൾ പറഞ്ഞത് എന്താ, എപ്പോൾ വിളിച്ചാലും ഞങ്ങൾ തയ്യാറാണ്, മീറ്റിങ്ങിന് വരാൻ തയ്യാറാണ്. ഞങ്ങളെ പാലക്കാട് നിന്നുള്ളതും പാലക്കാട് പിന്നെ കൊല്ലം, ആലപ്പുഴ, നെയ്യാറ്റിൻകര, ഇവിടെ എല്ലാം കൊല്ലത്ത് ചന്ദ്രശേഖർ സാർ അടക്കം ഉള്ള മുഴുവൻ നേതാക്കൾ വന്നിട്ട് പോലും ഈ പട്ടത്തുണ്ടായിരുന്ന ചെയർമാനും MD വികാസ് ഭവൻ വരെ വരാൻ തയ്യാറായില്ല. അവരൊരു 4 പേപ്പർ എഴുതി കുറെ കൊടുത്തു വിട്ടു. അത് ഞങ്ങൾക്ക് ഒരിക്കലും അത് ഞങ്ങളെ ട്രേഡ് യൂണിയനുകളെ കളിയാക്കുന്നതാണ്. ലേബർ കമ്മീഷണർ വരെ അവര് കളിയാക്കുന്നത് പോലെയാണ് സംഭവിച്ചത്. അന്ന് ഇവരെന്നാ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതിന് തെളിവുണ്ട്. അനിശ്ചിതകാലമായിട്ട് മുന്നോട്ട് സമരം പോവുകയാണെന്നുണ്ടെങ്കിൽ പാൽ വിതരണത്തിന് തടസ്സപ്പെടും. അനിശ്ചിതകാലമായി ഇപ്പൊ തന്നെ ഒരു ഏകദേശം ഒരു 2 മണിക്കൂർ കഴിയുമ്പോൾ പാല് തടസ്സപ്പെടും. കാരണം രാവിലെ 6:30 ഇറങ്ങേണ്ട വണ്ടികളൊന്നും ഇറങ്ങിയിട്ടില്ല. ഇന്നലെ നൈറ്റ് പോയ വണ്ടികളെ പോയിട്ടുള്ളൂ. 6:30 ഇറങ്ങേണ്ട വണ്ടി ഒന്നും പോയിട്ടില്ല. അപ്പോൾ ഒരു 10 മണിയോടുകൂടി സിറ്റിയിൽ പാല് ക്ഷാമം ആരംഭിച്ചു തുടങ്ങും. അത് സമരം എങ്ങനെ നിൽക്കണമെങ്കിൽ സിറ്റി മുഴുവൻ പാല് ക്ഷാമം ഉണ്ടാവും. ഇത് എനിക്ക് തോന്നുന്നത് പ്രൈവറ്റ് മേഖലയെ പരിപോഷിപ്പിക്കാൻ വേണ്ടി അവരിൽ നിന്നും കാശ് വാങ്ങിക്കൊണ്ട് പ്രൈവറ്റ് മിൽമേലെ പാല് കച്ചവടം ഒരു ദിവസം അല്ലെങ്കിൽ ഒരു അര ദിവസം തടസ്സപ്പെട്ടാൽ ലക്ഷക്കണക്കിന് പാല് അവർക്ക് വിറ്റുമാറാം. അതിലൂടെ അവർക്ക് മാർക്കറ്റിൽ കടന്നു കയറാൻ കഴിയും. ഞങ്ങൾക്കിതൊക്കെ അറിയാം. മാർക്കറ്റിംഗിൽ അവർക്ക് കടന്നു കയറാൻ കഴിയും. അവര് പിന്നെ ഞങ്ങൾക്ക് നമുക്ക് നഷ്ടപ്പെട്ട പാലിന്റെ പ്രതികരണം എടുത്തുകൊള്ളൂ. എന്തായാലും ഇന്ന് മിൽമ ജീവനക്കാരുടെ സമരം ഇന്ന് മുതൽ ആരംഭിക്കുമെന്നാണ് മനസ്സിലാകുന്നത്. ഇനി പോലീസ് പെട്രോൾ കാണാം.